1 ശമൂവേൽ 1-ാം അധ്യായം 26, 27, 28 വാക്യങ്ങൾ. 1 ശമൂവേൽ 1-ാം അധ്യായം 26, 27, 28. അതോടൊപ്പം യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. യോഹന്നാൻ 19:5 വായിക്കുന്നതിന് മുൻപ് സ്തോത്രം 1 ശമൂവേൽ 1-ാം അധ്യായം 26, 27, 28 വാക്യങ്ങൾ കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞ് ശബ്ദമുയർത്തി എല്ലാവരും ചേർന്ന് ഒരുമിച്ച് വായിക്കാം. അവനോട് പറഞ്ഞത്, യജമാനനാണ് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാൻ ആകുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. അവർ അവിടെ യഹോവയെ നമസ്കരിച്ചു. 26-ാം വാക്യം ഒരിക്കൽ കൂടെ. അവൾ അവനോട് പറഞ്ഞത്, യജമാനനാണ് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാൻ ആകുന്നു. അടുത്തിരിക്കുന്നത് നോക്കി പറഞ്ഞാട്ടെ, ഞാനാണ് ആ വ്യക്തി. പെട്ടെന്ന് പറഞ്ഞേ, ഞാനാണ് ആ വ്യക്തി. ഇത് 2022 അല്ലേ, 21 അല്ലേ, 23? ഞാനാണ് ആ വ്യക്തി. ഖമാൻ. നിങ്ങൾ ആരെങ്കിലും സ്തോത്രം പറയുന്നു? ചുമ്മാ ഞാൻ വിചാരിച്ചു പോയി. ഖമാൻ. ഞാനാണ് ആ വ്യക്തി. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. Gospel of St. John chapter 19 verses 5. യോഹന്നാൻ 19:5 ശബ്ദമുയർത്തി വായിച്ചേ. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമർ വസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പീലാത്തോസ് അവരോട്, ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. ആയിരുന്നു ആ സ്ത്രീ എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ പീലാത്തോസ് പറയുന്നു, ആ മനുഷ്യൻ ഇതാ, ഞാനാകുന്നു ആ സ്ത്രീ, ഞാനായിരുന്നു ആ സ്ത്രീ. അതെ, behold that man, ആ മനുഷ്യൻ ഇതാ. ടൈറ്റിൽ പറയണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഈ ഗാനത്തിലൂടെ ദൈവം നൽകിയ ഈ ദൂതിൻ്റെ ടൈറ്റിൽ ഇതാണ്, മൈ ടെസ്റ്റിമണി ഓഫ് വിക്ടറി. എൻ്റെ ജയത്തിൻ്റെ സാക്ഷ്യം. തോൽക്കാൻ മനസ്സില്ലാത്ത എല്ലാവരും ശക്തിയോടെ ശബ്ദമിട്ട് പറ, എന്റെ ജയത്തിന്റെ സാക്ഷ്യം. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി 5 പേർക്ക് കൈയെടുത്ത് പെട്ടെന്ന് പറഞ്ഞാട്ടെ, എന്റെ ജയസാക്ഷ്യം ഞാൻ വേഗത്തിൽ നിങ്ങളെ അറിയിക്കും. പെട്ടെന്ന് പറഞ്ഞു, ജയത്തിന്റെ സാക്ഷ്യം. താങ്ക്സ് മോനെ, ഒന്നിനൊത്തിരി താങ്ക്സ്. സ്തോത്രം. ജയത്തിന്റെ സാക്ഷ്യം. ഹല്ലേലൂയ. സ്തോത്രം. പ്ലേ ചെയ്യോ. ഈ കുഞ്ഞിന് ഒരു കസേര ആരെങ്കിലും കൊടുത്താൽ നന്നായിരുന്നു. ആരെങ്കിലും, ഞാൻ ക്രൂരനായ യജമാനനല്ല. സ്തോത്രം. അതുകൊണ്ട് പ്ലീസ്, ഹല്ലേലൂയ, ആരെങ്കിലും ദയവായിരുന്നാട്ടെ. ജയത്തിൻ്റെ സാക്ഷ്യം. മോനെ ഇടയ്ക്കിടയ്ക്ക് കയറേണ്ടി വരും. എന്ത് നടക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തും നടക്കും. ഈ ഓപ്പൺ ഹെവൻ കീഴിൽ എന്തും നടക്കും. അത്രയും വേണ്ട. ഒരു മര്യാദയ്ക്ക് വെച്ചാൽ ട്രിവാൻഡ്രത്ത് വന്നാൽ കേക്ക് മേടിച്ചു തരാം. യെസ്, അത്രയും വേണ്ട. ഹല്ലേലൂയ. താങ്ക് യു. എന്നെ വന്ന് കാണണേ മീറ്റിംഗ് കഴിഞ്ഞിട്ട്. സ്തോത്രം. പ്രാർത്ഥിക്കാനാ. ആമേൻ. ജയത്തിൻ്റെ സാക്ഷ്യം. പാസ്റ്റർ ബിനോനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. ജോയങ്കിളിനായി സ്തോത്രം. എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് എനിക്ക് നല്ലൊരു ബൈബിൾ സ്റ്റഡി തന്നു. ബ്യൂട്ടിഫുൾ. എങ്ങനെ ആരോഗ്യം നോക്കണമെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജോയങ്കിളിനെ കോൺടാക്ട് ചെയ്താൽ നന്നായിരുന്നു. സ്തോത്രം. ഡ്രൈവ് ചെയ്ത മനോജ് ബ്രദനായി സ്തോത്രം. ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവർക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് ഈ പ്രകാരം ശിഷ്യന്മാരോട് പറഞ്ഞു, ശക്തി ലഭിച്ച ശേഷം നിങ്ങൾ യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. ഗ്രീക്ക് പദത്തിൽ മർട്ടിയസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അർത്ഥം സ്തോത്രം രക്തസാക്ഷി ആകും. ജീവനുള്ള രക്തസാക്ഷികളായി ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നു.
ജീവനുള്ള രക്തസാക്ഷികളായി ദൈവം നമ്മെ നിർത്തിയിരിക്കുമ്പോൾ ഇന്ന് പകൽ നിങ്ങളിൽ എന്നിൽ വ്യാപരിക്കുന്ന ജീവൻ നമ്മുടേതല്ല, ക്രിസ്തുവിൻ്റെതത്രേ. ഗലാത്യർ 2:20 പൗലോസ് പറഞ്ഞ ഫേമസ് ആയ വാക്യം ഇതാണ്. സ്തോത്രം. അതെ, ജീവിക്കുന്നത് ഞാനല്ല, പറ, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ക്രിസ്തു നിന്നിൽ ജീവിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിൽ ഒരിക്കലും തോൽവിയില്ല, ക്രിസ്തുവിൽ ഒരിക്കലും ലജ്ജയില്ല, ക്രിസ്തുവിൽ ഒരിക്കലും സെറ്റ് ബാക്ക് ഇല്ല. പകരം ഫൈറ്റ് ബാക്കാണ് ക്രിസ്തുവിൽ ഉള്ളത്. അതുകൊണ്ട് ക്രിസ്തുവിൽ ജീവിക്കുന്നവന്, സ്തോത്രം, അതെ, പരാജയമില്ല. ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ ജയമാണ്. ഒരു ഫേമസ് വാക്യമാണ് 2 തീമോത്തിയോസിന്റെ സ്തോത്രം, അതെ, 2 കൊരിന്ത്യർ ലേഖനം 2:14 വായിക്കുമ്പോൾ ക്രിസ്തുവിൽ നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന കർത്താവ്. എത്ര പേർ കേട്ടിട്ടുണ്ട് ക്രിസ്തുവിൽ നമ്മെ ജയോത്സവം? സോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ക്രിസ്തുവിൽ ദൈവം ബാംഗ്ലൂരിൽ നിങ്ങളെ ജയോത്സവമായി നടത്തുന്നു. അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണോ നിങ്ങൾ കേൾക്കുന്നത്, കർത്താവ് നിങ്ങളെ ലജ്ജിപ്പിച്ചല്ല നടത്തുന്നത്, പരസ്യ കോലമായിട്ടല്ല നടത്തുന്നത്. ക്രിസ്തുവിൽ നിങ്ങളെ ജയോത്സവമായിട്ടാണ് അവൻ നിങ്ങളെ വഴി നടത്തുന്നത്. സോ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, റോമ സാമ്രാജ്യം അന്ന് ബൃഹത്തായി നിലനിന്നിരുന്നതായ സമയത്ത് അവിടെ സൈന്യം, സ്തോത്രം, അതെ, അൺറീച്ച് ടെറിട്ടറി, അതുവരെ പിടിച്ചടക്കിയിട്ടില്ലാത്തതായ പ്രദേശങ്ങൾ, രാജ്യങ്ങളിലേക്ക് കടന്നുപോയി അവിടുത്തെ രാജാവിനെ തോൽപ്പിച്ച് സൈന്യത്തെ മിക്കവാറും കൊന്ന് അവിടുത്തെ കൊള്ള മുതലുമായി റോമ പട്ടണത്തിലേക്ക് മടങ്ങി വരും. ഞാൻ പറയുന്നത് ജയോത്സവമായി നടക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ്. സ്തോത്രം. ദേശത്തെല്ലായിടത്തും അഞ്ചലക്കാർ കുതിരപ്പുറത്ത് പോയി പറയും, ഇതാ വിക്ടറി പരേഡ് നടക്കുവാൻ പോകുകയാണ്, ജയ ഉത്സവത്തിന്റെ ഒരു പരേഡ് നടക്കുവാൻ പോകുകയാണ്, ദയവായി വന്നാട്ടെ. 10,000-കണക്കിന് ആൾക്കാർ റോമ പട്ടണത്തിന്റെ ഇരുവശങ്ങൾ ആരവാരങ്ങളുമായി ഇങ്ങനെ നിൽക്കും. പൈൻ മരത്തിന്റെയും അതുപോലെയുള്ളതായ പല വൃക്ഷ ചില്ലകൾ വെച്ച് നിൽക്കുമ്പോൾ ഏറ്റവും മുന്നിൽ പോകുന്നത് റോമ പട്ടണത്തിന്റെ, ആ പട്ടണത്തിന്റെ പോലീസായിരിക്കും മുന്നിൽ പോകുന്നത്, അല്ലെങ്കിൽ പട്ടണത്തിന്റെ, സ്തോത്രം, ഒരു ആർമി ആയിരിക്കും മുന്നിൽ പോകുന്നത്. അതിന്റെ പിൻപിൽ പോകുന്നത് ആ പട്ടണത്തിന്റെ മേയർ ആയിരിക്കും. മേയർക്ക് പിൻപിൽ പോകുന്നത്, സ്തോത്രം, അതെ, റോമ പരമോന്നത കോടതി ആയിരിക്കും, ജഡ്ജസ് ആയിരിക്കും പോകുന്നത്. ആ ജഡ്ജസിന്റെ പിന്നിൽ, സ്തോത്രം, അതെ, പരാജയപ്പെട്ടതായ സൈന്യമായിരിക്കും പോകുന്നത്. അവർ മിക്കവാറും മുറിവേറ്റിരിക്കും, മിക്കവാറും നഗ്നരായിരിക്കും. അവരെ കാണുമ്പോൾ ആൾക്കാർ മുഴുവൻ കൂകി വിളിക്കും, ചിലർ കല്ലെറിയും, ചിലർ വൃത്തികെട്ട സാധനങ്ങൾ ആ പരാജയപ്പെട്ടതായ സൈന്യത്തിന് നേരെ, ശത്രു സൈന്യത്തിന് നേരെ വലിച്ചെറിയും. ഏറ്റവും പിന്നിൽ, അതിൻ്റെ തൊട്ട് പിന്നിൽ പരാജയപ്പെട്ടതായ രാജാവിനെ ചങ്ങലക്കിട്ട് കൊണ്ടുപോവുകയാണ്. പരാജയപ്പെട്ടതായ രാജാവിനെ ചങ്ങലക്കിട്ട് അവനെ മുന്നിൽ പോയതായ കോടതി പറയുന്നതനുസരിച്ച് ഒന്നുകിൽ തടവിലാക്കാൻ, അല്ലെങ്കിൽ മിക്കവാറും കൊന്നുകളയും. അതിനുവേണ്ടി പോകുകയാണ്. അതിൻ്റെ പിൻപിൽ, സ്തോത്രം, അതേ, ജയിച്ച റോമൻ, സ്തോത്രം, സൈന്യം പോകുകയാണ്. റോമൻ സൈന്യം ജയിച്ചു പോകുമ്പോൾ ആൾക്കാർ വെറുതെ ഇരിക്കത്തില്ല, ഭയങ്കരമായി ആരവാരമുണ്ടാക്കും. അതിൻ്റെ പിൻപിൽ രാജാവിൻ്റെ പ്രത്യേക റോയൽ ഗാർഡ് പോകും. അതിൻ്റെ പിൻപിൽ റോമ ചക്രവർത്തി കടന്നു പോകും. പൗലോസിന്റെ കാലത്താണെങ്കിൽ നീറോ സീസർ ആയിരിക്കും, കൈസർ ആയിരിക്കും കടന്നു പോകുന്നത്, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ. പക്ഷേ VIP, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘോഷയാത്രയുടെ വ്യക്തി, സ്തോത്രം, രാജാവല്ല, രാജാവിന്റെ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് അല്ല, അതേ, യുദ്ധത്തിന് പോയി പുറത്തു പോയി ജയിച്ചു വന്നതായ ആ ജനറലാണ്. അദ്ദേഹമാണ് ഏറ്റവും പിൻപിൽ പോകുന്നത്. തൻ്റെ രാജാവ് മുന്നിൽ പോകുന്നു, ഒരിക്കലും പരാജയപ്പെടാത്ത തൻ്റെ സൈന്യം മുന്നിൽ പോകുന്നു. ഏറ്റവും പിൻപിൽ പോകുന്നത്, സ്തോത്രം, ഏറ്റവും അലങ്കരിച്ചതായ രഥത്തിലിരിക്കുന്നതായ അതേ ആ സർവ സൈന്യ അധിപനാണ്. പൗലോസ് പറയുന്നത്, ആ സർവ സൈന്യ അധിപനെ നോക്കി ക്രിസ്തുവിൽ നിങ്ങളെ ജയോത്സവമായി നടത്തുന്നത് പറഞ്ഞാൽ ക്രിസ്തു രാജാവായി നിങ്ങൾക്ക് മുൻപായി കടന്നു പോകുന്നു. ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്നവൻ, താമ്രഭിത്തികളെ ഉടയ്ക്കുന്നവൻ, ദുർഘടങ്ങളെ നിരപ്പാക്കുന്നവൻ, പർവ്വതങ്ങളെ അതേ സമനിലമാക്കുന്നവൻ, ജയിലുകളെ ഉടയ്ക്കുന്നവൻ നിങ്ങൾക്ക് മുൻപായി കടന്നു പോകുന്നു. അതിൻ്റെ പിൻപിൽ എന്നും എവിടെയും എല്ലാ വിഷയത്തിലും ഒരിക്കലും, സ്തോത്രം, പരാജയം അറിയാത്തതായ അതേ ആ സർവ സൈന്യാധിപൻ, ജയിച്ചവൻ പിന്നിൽ കടന്നു പോകുന്നു. സഹോദരങ്ങളെ, ദൂത് ഇതാണ്. ദൈവകൃപയാൽ യേശു നിങ്ങളുടെ മുൻപിൽ പോകുന്നത്
കൊണ്ട്, ദൂതന്മാർ നിങ്ങൾക്കായി ചലിക്കുന്നത് കൊണ്ട്, ദൈവം നിങ്ങൾക്ക് അനുകൂലമായതുകൊണ്ട്, പരിശുദ്ധാത്മാവ് ബെസ്റ്റ് ഫ്രണ്ടായി ഹെൽപ്പറായി നിങ്ങളോട് കൂടെ 24 മണിക്കൂറും ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ തലയിൽ മുണ്ടിട്ടല്ല ജീവിക്കാൻ വേണ്ടി പോകുന്നത്, നിങ്ങളുടെ തല കുനിവാൻ വേണ്ടി പോകുന്നില്ല. ഈ പുസ്തകം നിങ്ങൾ ഉയർത്തിയെങ്കിൽ നിങ്ങൾക്ക് ജയമുണ്ട്. ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും സ്തോത്രം, അതേ പ്രിയപ്പെട്ടവരുടെ നടുവിൽ ജയം, സ്തോത്രം, ജയം ജയിപ്പാനായി ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസം ശക്തിയോടെ പറഞ്ഞാട്ടെ, തോൽക്കാൻ എനിക്ക് മനസ്സില്ല. ഒരിക്കൽ കൂടെ, തോൽക്കാൻ എനിക്ക് മനസ്സില്ല. ഒരിക്കൽ കൂടെ, തോൽക്കാൻ എനിക്ക് മനസ്സില്ല. കാര്യം എൻ്റെ സാക്ഷ്യം അത് ജയത്തിൻ്റെ സാക്ഷ്യമാണ്. ഒരു വിക്ടറി ടെസ്റ്റിമണി, ഒരു ജയത്തിൻ്റെ സാക്ഷ്യം നിങ്ങളെ സംബന്ധിച്ച്, നിങ്ങളുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച്, നിങ്ങളുമായി ബന്ധപ്പെട്ട സമ്പത്താകട്ടെ, ആരോഗ്യമാകട്ടെ, ഭാവിയാകട്ടെ, ഏതോ മേഖലയിൽ ഒരു വിക്ടറി സാക്ഷ്യത്തിന് വേണ്ടി പലത കർത്താവ് ഈ ദിവസങ്ങളിൽ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ചിലപ്പോൾ പ്ലാറ്റ്ഫോം empty ആയിരിക്കുന്നത് പോലെ അയ്യോ ദൈവം എന്തിയേ എന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, കാണുന്ന മണ്ഡലത്തിൽ ദൈവത്തിൻ്റെ സ്പർശനം ഒരുപക്ഷെ ഇല്ല എന്ന് പറയുന്നെങ്കിലും തിരശ്ശീലയ്ക്ക് പിൻപിൽ ദൈവത്തിന്റെ വിരലുകൾ നിനക്ക് വേണ്ടി ചലിക്കുകയാണ്. ഒരിക്കൽ കൂടെ തിരശ്ശീലയ്ക്ക് പിൻപിൽ ദൈവത്തിന്റെ കൈ പലത് നിനക്ക് വേണ്ടി ഓർക്കസ്ട്രേറ്റ് ചെയ്യുകയാണ്. പലത് ദൈവം നിനക്ക് വേണ്ടി ഷിഫ്റ്റിംഗ് ആൻഡ് ടേണിംഗ് പലത് ദൈവം കാണാത്ത മണ്ഡലത്തിൽ നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം അധരങ്ങളെ തുറന്ന് Yes, കരങ്ങൾ അടിക്കേണ്ടവർ കരങ്ങൾ അടിച്ച് പലത് ദൈവം നിനക്ക് വേണ്ടി ക്രമീകരിക്കുന്നു. പ്രവചനാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, യുവാവേ, സഹോദരനെ, പലത് ദൈവം നിങ്ങൾക്കായി ക്രമീകരിക്കുന്നു. മാതാവേ, സഹോദരിയെ, കാത്തിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എന്തോ വിഷയത്തിന് ഉപവാസത്തിലായിരിക്കുന്നു. പലത് ദൈവം ഈ ദിവസങ്ങളിൽ പലത് ഒന്നല്ല, പലത് ദൈവം നിങ്ങൾക്കായി ക്രമീകരിക്കുന്നു. വായിച്ചതായ വേദഭാഗത്ത് എല്ലാം അനുകൂലമായിരുന്നപ്പോൾ വെളിപ്പെട്ടതായ ഒരു നന്മയുടെ സാക്ഷ്യമല്ല. എല്ലാം പ്രതികൂലമാണ്, എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമാണ്. അർദ്ധരാത്രിയിൽ സ്തോത്രം, അതേ കുറ്റാക്കൂരിട്ടായിരിക്കുന്നത് പോലെ ഒരു കൂരിലിൻ്റെ ഒരു അന്തരീക്ഷമാണ് 1 ശമൂവേൽ 1, 2, 3 അധ്യായങ്ങളിൽ നിങ്ങൾക്ക് കാണുവാൻ തൊക്കണം കഴിയുന്നത്. പഴയ നിയമത്തിൽ യഹൂദന്റെ ആത്മീയ ചരിത്രത്തിലെ ഏറ്റവും ഡാർക്കസ്റ്റ് അറ്റ്മോസ്ഫിയർ, ഏറ്റവും ഡാർക്കസ്റ്റ് ചാപ്റ്റർ, ഏറ്റവും ഇരുണ്ട ഒരു സമയമായിരുന്നു അത്. ഏറ്റവും ഇരുണ്ടതായ അനുഭവം നിങ്ങൾക്കറിയാം. ഏലി, ഫീനഹാസ്, ഫൈനി എന്നിവരുടേതായ സാഹചര്യം. ഒരിക്കലും അണയാൻ പാടില്ലാത്തതായ ദീപം ദേവാലയത്തിൽ അണയുകയാണ്. സ്തോത്രം. അവിടെ ഒരു കതിരവിളക്കുണ്ട്. എബ്രായ ഭാഷയിൽ പറഞ്ഞാൽ മിനോറ. നമുക്കറിയാം അതിന് 7 ഫ്ലെയിമാണുള്ളത്. അതിന് 7 സ്തോത്രം, അതെ, തീ നാളങ്ങളാണുള്ളത്. 7 അത് ദൈവത്തിന്റെ സംഖ്യയാണ്. കാരണം നമ്മുടെ ദൈവം, ഹി ഈസ് ദ ഗോഡ് ഓഫ് പെർഫെക്ഷൻ. അവൻ പരിപൂർണനായ ദൈവമാണ്. ദൈവത്തിൽ അംഗവൈകല്യമില്ല. എന്താ മിണ്ടാതിരിക്കുന്നത്? എൻ്റെ കർത്താവിൽ, നിങ്ങളുടെ ദൈവത്തിൽ അംഗവൈകല്യം ഇല്ല. അവന് വിരൽ കൂടുതലും 1.5 കൈയും 2.5 കാലും ഒന്നുമല്ല. ദൈവം അംഗവൈകല്യം ഇല്ലാത്തവനാണ്. ഈസ് ദ ഗോഡ് ഓഫ് പെർഫെക്ഷൻ. അതുകൊണ്ട് മിനോറയിൽ 7 ഫ്ലെയിംസ് ആണ്, 7 സ്തോത്രം നാളങ്ങളാണുള്ളത്. പുറപ്പാട് 25 കർത്താവ് പറഞ്ഞു, നിരന്തരം അത് കത്തിക്കൊണ്ടിരിക്കണം. അർത്ഥം തലമുറയായി അത് കത്തിക്കൊണ്ടിരിക്കണം. ഈ ഹാളിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളും പിതാവിന്റെ ജ്വലനം കൊണ്ട് തീരത്തിലടാ ചെകുത്താനെ. വിളിച്ചു പറ, നിങ്ങളുടെ ജ്വലനം നിങ്ങളുടെ മക്കളിലേക്കും കൊച്ചുമക്കളിലേക്കും അവരുടെ മക്കളിലേക്കും വ്യാപിച്ചിട്ടിരിക്കും. ഹല്ലേലൂയ.
എന്നാൽ ഏലിയുടെ കാലത്ത് ആ വിളക്ക് സ്തോത്രം കെടുകയാണ്. അതിന് കാരണങ്ങൾ മറ്റൊന്നാണ്, എനിക്കത് വിവരിപ്പാൻ നേരമില്ല. സ്തോത്രം അവിടെ അതേ സാക്ഷ്യത്തിന്റെ നിലവിളക്ക് കെട്ടുപോകുന്നു, സാക്ഷ്യമില്ല. നമ്പർ 2 വചനമില്ല. നമ്പർ 3 ദർശനമില്ല. സ്തോത്രം സാക്ഷ്യമില്ല, വചനമില്ല, ദർശനമില്ല. പല ഇടങ്ങളിലും സാക്ഷ്യമില്ല, പല സഭകളിലും ദർശനമില്ല. അടുത്ത കാലത്ത് അടുത്ത വർഷങ്ങളിൽ സഭ എങ്ങോട്ട് കൊണ്ടുപോകണം അറിയത്തില്ല. എന്നാൽ ദർശനമുള്ളവർ ഇന്ന് പകൽ ഈ ഹാളിൽ എൻ്റെ മുൻപിൽ ഇരിക്കുന്നതിനായി സ്തോത്രം. എവരോട് ചോദിക്ക്, അവർ പറയും 2035 ഭാരതത്തിലെ ദൈവസഭ എങ്ങനെയായിരിക്കണമെന്ന് അവർ പറഞ്ഞു തരും. 2050 ഇന്ത്യൻ ചർച്ച് എവിടെ നിൽക്കണമെന്ന് അവർ പറഞ്ഞു തരും. ദർശനം ഇല്ലാത്തടത്ത് ജനം മര്യാദഘട്ടം നടക്കുന്നു. എന്നാൽ ദർശനമുള്ളവർ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. നിന്റെ ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. നിന്റെ ദർശനത്തിന് അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ദർശനമില്ല, സാക്ഷ്യമില്ല, വചനമില്ല. വാട്ട്സ് ദ റിസൾട്ട്? സ്തോത്രം. ദർശനമില്ലെങ്കിൽ, സാക്ഷ്യമില്ലെങ്കിൽ, വചനമില്ലെങ്കിൽ അവിടെ ജനിക്കുന്നത് ഈ കാബോധ് ആയിരിക്കും. ഒരിക്കൽ കൂടെ, ദർശനമില്ലെങ്കിൽ, വചനമില്ലെങ്കിൽ, സാക്ഷ്യമില്ലെങ്കിൽ നിന്നിൽ ജനിക്കുന്നത് ഈ കാബോധായി. അടുത്തിരിക്കുന്നവരെ തൊട്ട് മുഖത്ത് നോക്കി നന്നായിട്ടൊന്ന് പറഞ്ഞേ, എൻ്റെ പേരതല്ല. പെട്ടെന്ന് പറഞ്ഞേ, എൻ്റെ പേരതല്ല. എൻ്റെ പേര് ഈഖാബോധ് എന്നല്ല. എൻ്റെ പേര് ഈഖാബോധ് എന്നല്ല. എൻ്റെ പേര് ഈഖാബോധ് എന്നല്ല. ഇന്ന് പകൽ ആരെങ്കിലും വന്ന് എൻ്റെ പേര് മാറ്റാൻ വേണ്ടി പറഞ്ഞാൽ ഞാൻ പറയും, എൻ്റെ പേര് ഇമ്മാനുവേൽ എന്നാക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ സ്തോത്രം, ദൈവം എന്നോട് കൂടെ. സ്തോത്രം. ഈഖാബോധ് എന്ന് പറഞ്ഞാൽ മഹത്വം എന്നിൽ നിന്ന് പോയി. ഇന്ന് പകൽ ആരേലും പറഞ്ഞാട്ടെ, എൻ്റെ ജീവൻ പോയാലും എൻ്റെ മഹത്വം പോകാൻ പാടില്ല. ആരേലും ഹല്ലേലൂയ പറഞ്ഞു, ആരേലും സ്തോത്രം പറഞ്ഞു. സ്തോത്രം. ജീവൻ പോയാലും നിന്നിലുള്ളതായ മഹത്വം പോകല്. ദൈവം നിനക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ സ്തോത്രം, ആ കൃപയാകട്ടെ, ടാലന്റ് ആകട്ടെ, നിന്റെ ജീവൻ പോയാലും ദൈവം തന്നിരിക്കുന്നത് പോകല്. കേട്ടവർ ആമേൻ പറ. ബൈബിൾ പറയുന്നു, ദർശനമില്ലാത്ത, സാക്ഷ്യമില്ലാത്ത, വചനമില്ലാത്തതായ കാലത്ത്, ഈ കാബോധ് ജനിക്കുന്നതായ സമയത്ത് കുറ്റാക്കൂരിടട്ട ആത്മമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ഒരു തിന്മയുടെ കാലഘട്ടം. നിങ്ങൾ ചോദിക്കും, ബ്രദർ സുരേഷ് ബാബു, സ്തോത്രം, അതേ അങ്ങനെ അതേ മഹത്വം നഷ്ടപ്പെട്ടായിരിക്കുന്ന സമയത്ത് എങ്ങനെയാ ഈ ദൈവ മഹത്വത്തെ തിരിച്ചു പിടിക്കുന്നത്? വചനമില്ലാത്ത സമയത്ത്, ചലനമില്ലാത്ത സമയത്ത് ചലനം ഉണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടത്? ശ്രദ്ധിക്ക്. വചനം ഇല്ല, ദർശനം ഇല്ല, ദൈവിക ചലനമില്ലെങ്കിൽ എന്ത് ചെയ്യണം? വേദപുസ്തകം പറയുന്നു, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു തരും, നാട്ടിൽ നിന്നാൽ, പട്ടണത്തിൽ നിന്നാൽ, കൃപയില്ലാത്ത പള്ളിയിൽ നിന്നാൽ ഒരിക്കലും ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ ചലനവും നിനക്ക് പ്രാപിപ്പാൻ കഴിയത്തില്ല. ഗെറ്റ് ഇൻ ടു ദ വിൽഡർനെസ് ഓഫ് യുവർ ലൈഫ്. ജീവിതത്തിന്റെ മരുഭൂമിയിൽ പ്രവേശിച്ച്. കാരണം സ്തോത്രം, ലൂക്കോസ് 3:1-2 വാക്യം പറയുന്നു, അവിടെ ഇതാ സ്തോത്രം, അതേ മരുഭൂമിയിൽ ഒരു ചലനം ആരംഭിച്ചു. പുതിയ നിയമത്തിന്റെ കർട്ടൻ ഉയരുമ്പോൾ മരുഭൂമിയിൽ യോഹന്നാനിലൂടെ ഒരു ചലനം ആരംഭിച്ചു. ഞാൻ ചോദിക്കട്ടെ, ദൈവിക ചലനം പ്രതീക്ഷിക്കുന്നവർ നന്നായി ഒരു കരത്തെ ഒന്ന് ഉയർത്തിയാടെ. അടുത്തൊരു റിവൈവൽ, അടുത്തൊരു ദൈവിക ചലനം പ്രതീക്ഷിക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ചാടെ. സ്തോത്രം. വേദപുസ്തകത്തിലെ വാക്യം എങ്ങനെയാണ് പറയുന്നത്? അവിടെ കൈസറിനെ കുറിച്ച് പറയുന്നുണ്ട്, പീലാത്തോസ് ഉണ്ട്, അതേ ഹെരോദാവുണ്ട്, അദ്ദേഹത്തിന്റെ സഹോദരനുണ്ട്, ഇടപ്രഭുക്കന്മാരുണ്ട്, ഹന്നാവുണ്ട്, കയ്യഫാവുണ്ട്. ആ 7 പേരെ ബൈപ്പാസ് ചെയ്തിട്ട് യോഹന്നാന് മരുഭൂമിയിൽ ദൈവത്തിന്റെ വചനം വെളിപ്പെട്ടു. ഓ ഹല്ലേലൂയ. കൊട്ടാരമുള്ളവരെ ബൈപ്പാസ് ചെയ്തെന്ന്, ഭദ്രാസനവും സിംഹാസനമുള്ളവരെ ബൈപ്പാസ് ചെയ്തെന്ന്. ഈ കാലഘട്ടത്തിന്റെ ദൂതായ ദൈവത്തിന്റെ കൃപയാൽ ഞാൻ വിളിച്ചു പറയട്ടെ. സ്തോത്രം. അതേ ഞാൻ പറയുന്നത് യൂണിവേഴ്സൽ ചർച്ചിനോടാണ്, ഒരു ഇൻഡിവിജ്വൽ ഡിനോമിനേഷനോടല്ല. പലരെ കസേര കളിക്കുമ്പോൾ, പലരും പൊളിറ്റിക്സിലൂടെ കാര്യങ്ങൾ നേടുവാൻ ശ്രമിക്കുമ്പോൾ കേട്ടോണം, നിന്നെ മഹത്വം ബൈപ്പാസ് ചെയ്തിട്ട് അങ്ങ് ദൂരെ അൺഎക്സ്പെക്റ്റഡ് ആയി കിടക്കുന്ന, അറിയാതെ കിടക്കുന്ന, അഡ്രസ് ഇല്ലാത്ത, അറിയപ്പെടാത്ത മരുഭൂമിയിലായിരിക്കുന്ന ചിലതിന് ദൈവമായ കർത്താവ് തന്റെ വചനത്തെ കൊടുത്ത് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു.
ഇന്ന് പകലും എന്നെ കേൾക്കുന്ന ആരോ നോക്കി ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, നിന്റെ ഹൃദയത്തിൽ ദാഹമുണ്ട് എങ്കിൽ, നിന്റെ ഹൃദയത്തിൽ പ്രതീക്ഷയുണ്ട് എങ്കിൽ, സ്തോത്രം, ഈ കാലഘട്ടത്തിൽ ഏതോ മറഞ്ഞിരിക്കുന്നവനെ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ലൈറ്റിൽ നിർത്തി, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ലൈറ്റിൽ നിർത്തി ദൈവിക ചലനത്തിൻ്റെ ലീഡർഷിപ്പിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ വേണ്ടി പോകുകയാണ്. ഒരു ഉണർവുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയും. ഏറ്റവും സ്തോത്രം, ഇരുട്ടിനാൽ നിറയപ്പെട്ട സാഹചര്യം. ഏലിക്ക് സ്തോത്രം, അതെ, കണ്ണുപൊട്ടനാണ്, എൻ്റെ മക്കൾ പാപത്തിലാണ്. സ്തോത്രം, ആ വിധത്തിൽ ഇതാ ഒരു മാതാവ് വന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അവിടെ 3 പ്രധാനപ്പെട്ട വ്യക്തികളെയാണ് നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നത്. ഒന്ന് ഹന്ന. ഹന്ന എന്ന് പറഞ്ഞാൽ സ്തോത്രം, അവളുടെ പേരിൻ്റെ അർത്ഥം കൃപയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇംഗ്ലീഷിൽ ആക്ച്വലി ബൈബിൾ ഡിക്ഷണറികൾ പറയുന്നത് ഹന്ന എന്ന് പറഞ്ഞാൽ ഗാഡ്സ് ഫേവർ, ദൈവത്തിൻ്റെ ഫേവർ. ദൈവത്തിൻ്റെ ഫേവർ, എല്ലാവരും പറഞ്ഞാട്ടെ, ദൈവത്തിൻ്റെ ഫേവർ. നിങ്ങൾ ധാരാളം കേട്ടിട്ടുള്ളതാണ് ദൈവത്തിൻ്റെ ഫേവർ. എന്താ ഫേവർ എന്ന് പറയുന്നത്? സ്തോത്രം, കോടാനുകോടി ആൾക്കാർക്ക് ഇല്ലാത്തത്, കോടാനുകോടി ആൾക്കാർക്ക് ഇല്ലാത്തത് നിങ്ങൾ അധ്വാനിക്കാതെ, നിങ്ങൾ അന്വേഷിക്കാതെ ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളെ തേടി വരുന്നെങ്കിൽ അതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ ഫേവർ. ഒരിക്കൽ കൂടെ, കോടാനുകോടി ജനത്തിന് ഇല്ലാത്തത്, നിങ്ങൾ അധ്വാനിക്കുന്നില്ല, നിങ്ങൾ അന്വേഷിക്കുന്നില്ല, അത് നിങ്ങളെ തേടി വരുന്നെങ്കിൽ അതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ ഫേവർ. സ്തോത്രം, മക്കൾ ഇല്ലാത്തവൻ ഹി ബിക്കം ദ ഫാദർ ഓഫ് മെനി നേഷൻ. ബഹുജാതികൾക്ക്, പല രാജ്യങ്ങൾക്ക് പിതാവായി തീർന്നു. അതാണ് ദൈവത്തിൻ്റെ ഫേവർ. ലക്ഷക്കണക്കിന് ആൾക്കാർ ന്യായവിധിയുടെ വെള്ളം കുടിച്ച് നശിക്കുന്നു. പക്ഷേ 8 പേർ മാത്രം ആ പെട്ടകത്തിൽ കയറി. വെള്ളപ്പൊക്കം തുടങ്ങുന്നതിന് മുൻപ് ആ പെട്ടകം സമനിലത്തിലായിരുന്നു. വെള്ളപ്പൊക്കം തീർന്നപ്പോഴേക്കും അത് പർവ്വതത്തിന് മുകളിലായി. അതിൻ്റെ പേരാണ് ഗാഡ്സ് ഫേവർ. കിട്ടിയില്ല, മനസ്സിലായില്ല? ഒരിക്കൽ കൂടെ, വെള്ളപ്പൊക്കം തുടങ്ങുന്നതിന് മുൻപ് ആ പെട്ടകം സമനിലത്തായിരുന്നു. പക്ഷെ വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ അത് പർവ്വതത്തിന് മുകളിലായി. നിനക്കൊരു വെല്ലുവിളി ഉണ്ടെങ്കിൽ അത് തുടങ്ങുന്നതിന് മുമ്പ്, വെല്ലുവിളി വരുന്നതിന് മുൻപ് നീ ലോ ഗ്രൗണ്ടിലാണ്. പക്ഷേ ആ വെല്ലുവിളി കഴിഞ്ഞു പോകുമ്പോൾ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത ഏതോ ഹൈ ഗ്രൗണ്ടിലായിരിക്കും ദൈവം നിന്നെ ഇരുത്തുവാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ ഫേവർ. ഫേവർ വെളിപ്പെട്ടാൽ ജയിലിൽ കിടക്കുന്നവൻ പിറ്റേ ദിവസം പ്രധാനമന്ത്രിയാകും. അതിൻ്റെ പേരാണ് ഫേവർ. ഫേവർ വെളിപ്പെട്ടാൽ 4 രാജാക്കന്മാർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വന്നു പോകും. പക്ഷെ ഒരുത്തൻ മാത്രം പ്രൊമോഷൻ ആഫ്റ്റർ പ്രൊമോഷൻ പ്രാപിച്ച് ഉയരും. സ്തോത്രം, നിന്റെ കൂടെ ജോലി ചെയ്യുന്ന പലതിൻ്റെ കസേര തെറിക്കാൻ പോകുകയാണ്. പക്ഷേ എഴുതിയിട്ടോ, ഇത് നിന്റെ പ്രൊമോഷന്റെ സീസണാണ്. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. ഞാൻ പറയട്ടെ, അധികാര ചിഹ്നമുള്ളതായ കൊടികളുമായി ചിലത് സ്തോത്രം കാറിൽ വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദിവസങ്ങൾ കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. സ്തോത്രം, അതേ പ്രൊമോഷന്റെ സീസണാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. തിരുവചനം പറയുന്നു, സഹോദരങ്ങളെ, സ്തോത്രം, അതേ കാട്ടിൽ കിടന്ന് ദുഷ്ട മൃഗങ്ങളെ വലിച്ചു കീറുന്നവൻ ഇതാ നാട്ടിൽ വന്ന് കൊട്ടാരത്തിൽ കയറി ചക്രവർത്തിയായത് ദൈവത്തിൻ്റെ ഫേവറാണ്. വേദപുസ്തകത്തിൻ്റെ ഒരറ്റം മുതൽ മററ്റം വരെ ഉയർന്നതായ സകല വിവിഐപികളും ദൈവത്തിൻ്റെ ഫേവർ അനുഭവിച്ചവരാണ്. ഇന്ന് പകൽക്കാലം വീട്ടിൽ നിന്ന് നമുക്ക് താമസം മാറ്റാം. വീട്ടിൽ നിന്ന് താമസം മാറ്റി ദൈവത്തിൻ്റെ ഫേവറിൽ പാർക്കാം. കേട്ടില്ല? വീട്ടിൽ നിന്ന് താമസം മാറ്റി ദൈവത്തിൻ്റെ ഫേവറിൽ പാർക്കാം. ദൈവത്തിൻ്റെ ഫേവർ നിനക്കുണ്ടെങ്കിൽ ജനലക്ഷങ്ങൾക്കില്ലാത്തത് കർത്താവിൻ്റെ മഹത്വത്തിനായി, നിന്റെ ഗ്ലാമറിനല്ല, ജനലക്ഷങ്ങൾക്കില്ലാത്തത് കർത്താവിൻ്റെ മഹത്വത്തിനായി നീ അത് അധ്വാനിക്കാതെ, നീ അതിനെ തേടാതെ, നന്മയും കരുണയുമായി നിന്റെ പിന്നാലെ കടന്നു വരുന്നെങ്കിൽ അതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ ഫേവർ. ഹന്ന എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഫേവറാണ്. രണ്ടാമത്തെ ആള് എൽക്കാന എന്ന് പറഞ്ഞാൽ ബീം പർച്ചേസ്, വിലയ്ക്ക് വാങ്ങി. ഇന്ന് പകൽക്കാലം ഈ കസേരയിലിരിക്കുന്ന സകല കുഞ്ഞിനെയും സഹോദരന്മാരെ കർത്താവ് വിലയ്ക്ക് വാങ്ങി. അതിനർത്ഥം എന്ന് പറഞ്ഞത്, സ്തോത്രം, നിന്നെ വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞാൽ നിനക്കൊരു ഉടമസ്ഥനുണ്ട്. നിന്നെ തൊട്ടാൽ ചോദിക്കാനും പറയാനും ആളുണ്ട്.
സ്തോത്രം. നീ ആരെയോ കാലിലെ ഫുട്ബോളല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് തട്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് തട്ടി എന്തും പറയാം, എങ്ങനെയും പെരുമാറാം. നോ വേ. കർത്താവ് പറഞ്ഞു, നിങ്ങളെ തൊടുന്നവർ യെസ്, നിങ്ങൾക്കൊരു ഉടമസ്ഥനുണ്ട്. ഒന്ന് പത്രോസിലെ ലേഖനം 1:18-19 വാക്യങ്ങൾ പറയുന്നു, വ്യർത്ഥ പാരമ്പര്യങ്ങളിൽ നിന്ന് യേശുവിൻ്റെ വിലയേറിയ രക്തത്താൽ അവൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. കർത്താവ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. വലത് കരങ്ങളെ ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, എനിക്കൊരു ഉടമസ്ഥനുണ്ട്. പറഞ്ഞേ ആരാണ്? എനിക്കൊരു ഉടമസ്ഥനുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഉച്ചം തല മുതൽ ഉള്ളം പാദം വരെ കർത്താവിൻ്റെ ഓണർഷിപ്പാണ് നീ. ഇൻ ജീസസ് നെയിം. നമ്പർ 3, മൂന്നാമത്തെ വ്യക്തിയാണ് സ്തോത്രം. അതെ, നമ്മുടെ വില്ലത്തി. സ്തോത്രം. വില്ലൻ കഥാപാത്രം. അവളുടെ പേരാണ് പെനീന. പെനീന എന്ന് പറഞ്ഞാൽ ആക്ച്വലി പുള്ളിക്കാരിയുടെ പേര് പെനീന നല്ല പേരാണ്. എൻ്റെ നല്ല മീനിങ് ആണ്. നല്ല മീനിങ്. പെനീന എന്ന് പറഞ്ഞാൽ മുത്ത് എന്നാണ് അർത്ഥം. മുത്ത് എന്നാണ് അർത്ഥം. പേര് മുത്താണ്, പ്രവൃത്തി കുത്താണ്. കയ്യുയർത്തല്ല, ആരും കയ്യുയർത്തല്ല. സ്തോത്രം. പെനീന ഉണ്ട്. സ്തോത്രം. കയ്യുയർത്തല്ല. പേര് മുത്താണ്, പക്ഷെ പുള്ളിക്കാരുടെ പ്രവൃത്തി മുഴുവൻ കുത്താണ്. അവൾ സ്തോത്രം ഒരു മെസ്സേജ് അയച്ചാൽ കുത്തായിരിക്കും. അവൾ ഫോണിൽ വിളിച്ചാൽ കുത്തായിരിക്കും. അവളുടെ ബോഡി ലാംഗ്വേജ് കുത്തായിരിക്കും. പുള്ളിക്കാരിക്ക് രാവിലെ ഗുഡ് മോർണിംഗ് തുടങ്ങി രാത്രി ഗുഡ് നൈറ്റ് വരെ. സ്തോത്രം. രാവിലെ പ്രഭാതം തുടങ്ങി പ്രദോഷത്തിനിടയ്ക്ക് 4 എണ്ണത്തിന് കുത്തിയില്ലെങ്കിൽ യാതൊരു സ്വസ്ഥതയില്ല. ഞാൻ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ മമ്മി ബാലരമയും പൂമ്പാറ്റയൊക്കെ മേടിച്ച് തരുമായിരുന്നു. അതിലൊരു കഥാപാത്രം ഉണ്ടായിരുന്നു, ലുട്ടാപ്പി. സ്തോത്രം. ലുട്ടാപ്പി. വായിച്ചിട്ടുള്ള കരങ്ങൾ ഉയർത്തിയാട്ടെ. റിയലി പാസ്റ്ററങ്ങളെ എവരെ സൂക്ഷിക്കണം കേട്ടോ. എവർ ഈ ദിവസങ്ങൾ ബൈബിൾ വായിക്കുന്ന ഒത്തിരി കുറവാ. സ്തോത്രം. ലുട്ടാപ്പിയുടെ കയ്യിൽ എന്തുകൊണ്ട് മക്കളെ? ലുട്ടാപ്പിയുടെ കയ്യിൽ എന്തുകൊണ്ട്? കുന്തമുണ്ട്. കണ്ടോ? അല്ല, ബൈബിൾ എത്ര പുസ്തകം ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ലുട്ടാപ്പിയുടെ കയ്യിൽ കുന്തമുണ്ടെന്ന്. പക്ഷേ ആ ലുട്ടാപ്പി ഉണ്ടല്ലോ, അത് പാവം ലുട്ടാപ്പിയാ. മമ്മി എനിക്ക് മേടിച്ച് തന്ന ബാലരാമയാണോ പൂമ്പാറ്റയാണോ എനിക്കറിയത്തില്ല. ആ ലുട്ടാപ്പി ഒത്തിരി പാവ. അവൻ്റെ കയ്യിലിരിക്കുന്നതായ കുന്തം പുള്ളി പറക്കാനാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ പെനീന കുത്താനാണ് ഉപയോഗിക്കുന്നത്. സ്തോത്രം. അവളുടെ പേര് വന്ന് മുത്താണ്. സ്തോത്രം. അവളുടെ പ്രവൃത്തി മുഴുവൻ കുത്താണ്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഒരു വശത്ത് വന്ന് ഇരുണ്ട ആത്മീയ അനുഭവം, മറുവശത്ത് സ്തോത്രം അതേ കുത്തുന്നതായ അവസ്ഥകൾ. അതിൻ്റെ നടുവിൽ ഇന്ന് പകൽ എനിക്ക് പറയാനുള്ളത്, മേ ബി എവിടെ നിന്നോ നിങ്ങൾക്ക് ഏതൊക്കെയോ കുത്തുകെത്തുന്നുണ്ടായിരിക്കാം. ഏതൊക്കെയോ ഏരിയകൾ നിങ്ങൾക്കൊരു വേദന ഉണ്ടായിരിക്കാം. ഏതൊക്കെയോ സ്ഥാനത്ത് ഒരു പ്രതിയോഗി നിനക്കെതിരെ പുറപ്പെട്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ ആ പ്രതിയോഗിക്ക് നിന്നെ തടയുവാൻ കഴിയത്തില്ല. ഗ്യാരണ്ടിയായി ഒരിക്കൽ കൂടെ, നിങ്ങൾക്ക് പ്രതിയോഗിയുണ്ട്. പ്രതിയോഗി ഉള്ളത് കൊണ്ടാണ് നീ നിഗളിച്ചു പോകാത്തത്. ഹലോ, പ്രതിയോഗി ഉള്ളത് കൊണ്ടാണ് സ്തോത്രം അതെ നീ മുന്നോട്ട് പോകുന്നത്. പ്രതിയോഗി ഉള്ളത് കൊണ്ടാണ് സ്തോത്രം അതെ നീ കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. നിന്നെ പോളിഷ് ചെയ്യുവാൻ വേണ്ടി, നിന്റെ മൂർച്ച വർദ്ധിപ്പാൻ വേണ്ടിയാണ് ആ പ്രതിയോഗിയെ ദൈവം അനുവദിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അല്ലാതെ ഒരിക്കലും ചിന്തിക്കില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ ലൂസിഫറിനും കുട്ടിച്ചാത്തന്മാർക്കും തോന്നുകയാണ് അതാ ഒരു വിശ്വാസി ഇരിക്കുന്ന അവൻ്റെ വീട്ടിലേക്ക് അങ്ങ് കയറി ചെന്നങ്ങ് പൊരുതാം. നോ. ഹി ഈസ് എ സോവറിൻ ഗോഡ്. ദൈവം പരമോന്നതനാണ്. ദൈവം അറിയാതെ നിന്റെ ലൈഫിൽ ഒന്നും നടക്കത്തില്ല. ദൈവം അനുവദിക്കാതെ ഒന്നും നടക്കത്തില്ല. നിന്റെ കോളിംഗിന്റെ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് നിന്റെ പ്രതിയോഗി. യേശു കർത്താവിനോട് ചോദിക്കുക. കർത്താവ് പറയും, എൻ്റെ കോളിംഗിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് യൂദ. ഒരു യൂദ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സസ്പെൻഷൻ അല്ല, ഡിസ്മിസ് കൊടുത്ത് സ്തോത്രം അതെ വീട്ടിലേക്കും. ഞാൻ ടോളറേറ്റ് ചെയ്യത്തില്ല. ഞാൻ സുനിൽ പാസ്റ്റർ പോലെയല്ല. ഞാൻ വളരെ സ്തോത്രം. ഇന്നലെ ദേവദാസൻ പറയുന്ന കൂട്ട് ഇവരെല്ലാം ഭയങ്കര ടോളറേറ്റാണ്, ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ബട്ടറാണ്, പാലാണ്, തേനാണ്, തൈരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആയിരിക്കാം, പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാനാണ് കർത്താവിൻ്റെ കാലത്താണെങ്കിൽ യൂദയെ 1-ാമത്തെ ദിവസം അവന് സ്തോത്രം ഹെലികോപ്റ്റർ ഷോട്ട് അടിച്ച് അറിയണ്ട സ്തോത്രം
ഓഹോ, പൂമ്പാറ്റ മാത്രമല്ല, ടി വിയും കാണുന്നുണ്ട്. സ്തോത്രം. ഞാനാണെങ്കിൽ ടോളറേറ്റ് ചെയ്യത്തില്ല, ആടിച്ചെടുത്ത് പുറത്ത് കളയും. പക്ഷെ കർത്താവ് പറയും, നോ 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 നോ, ഞാൻ അറിയാതെയല്ല യൂദയെ എൻ്റെ ടീമിൽ കയറ്റിയത്. 12 മണിക്കൂർ പ്രാർത്ഥിച്ചാണ് ഞാൻ 12 പേരെ തിരഞ്ഞെടുത്തത്. ഒരിക്കൽ കൂടെ, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് 12 പേരെ പ്രാർത്ഥിച്ചാണ്, 12 മണിക്കൂർ പ്രാർത്ഥിച്ചാണ് 12 പേരെ തിരഞ്ഞെടുത്തത്. ഓരോ മണിക്കൂർ ഞാൻ ഓരോരുത്തരും വേണ്ടി പ്രാർത്ഥിച്ചു. പത്രോസിന് വേണ്ടി 1 മണിക്കൂർ പ്രാർത്ഥിച്ചെങ്കിൽ അതുപോലെ യൂദയ്ക്ക് വേണ്ടിയും ഞാൻ 1 മണിക്കൂർ പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ തിരുവനന്തപുരം ബുദ്ധിയിൽ ചോദിച്ചു, എന്തിനാ കർത്താവേ ആ വയ്യാവേലിയെ, സ്തോത്രം, അതെ, ഞങ്ങളുടെ ടീമിൽ കയറ്റിയത്? കർത്താവ് പറയും, യവൻ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കെൻ്റെ ലക്ഷ്യത്തിൽ എത്തുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നീ തുരുമ്പ് പിടിച്ചു പോകാതിരിപ്പാൻ, നീ മൂർച്ചയിൽ നിന്ന് മൂർച്ചയിലേക്ക് എത്താൻ, നീ അധികം പ്രാർത്ഥിപ്പാൻ. നിന്റെ പ്രോബ്ലംസ് ആണ് പലപ്പോഴും ഏറ്റവും കൂടുതൽ നിന്നെ ഷാർപ്പൻ ചെയ്തത്. നിന്റെ പ്രശ്നങ്ങളാണ് നീ തുരുമ്പ് പിടിക്കാതെ വണ്ണം ഏറ്റവും മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് മുന്നേറുവാൻ. നിന്റെ പ്രശ്നങ്ങളാണ് നിന്നെ, സ്തോത്രം, അതേ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. ഒരിക്കൽ കൂടെ, നിന്റെ പ്രശ്നങ്ങളാണ് നിന്നെ പോളിഷ് ചെയ്ത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ കൈ കെട്ടിയല്ല, കൈ കൊട്ടി ഓ പ്രശ്നങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഓ ഹല്ലേലൂയ. എല്ലാ കണ്ണുനീരിനും നന്ദി, എല്ലാ പരാജയങ്ങൾക്ക് നന്ദി, എല്ലാ വിഷയങ്ങൾക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ കമാൻ, ജീവനുള്ള എല്ലാവരും കരങ്ങൾ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്. ഹല്ലേലൂയ. എന്നാൽ എത്ര വലിയ യൂദയായാലും, എത്ര വലിയ, സ്തോത്രം, ദേമാസ് ആയാലും, ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ ആയാലും, സ്തോത്രം, അതേ, ഹാമാനായാലും, ഫറവോനായാലും, ഹെരോദാവായാലും, ഗ്യാരണ്ടി ആയി പറയട്ടെ, നിങ്ങളുടെ പ്രതിയോഗിക്ക് നിങ്ങളെ തടയുവാൻ കഴിയത്തില്ല. ഈ ദൂത് ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ കർത്താവ് പറഞ്ഞു, നോ, ഐ ആം ഗോയിങ് ടു കണക്ട് വിത്ത് ദ റൈറ്റ് പീപ്പിൾ. ശരിയായ വ്യക്തികളുമായി കർത്താവ് ഈ ദിവസങ്ങളിൽ നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ കണക്ട് ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. കണക്ട് ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ശബ്ദമുയർത്തി കണക്ട് ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ പുതിയ ചില നെറ്റ്വർക്കുകൾ കർത്താവ് വ്യക്തിയായി, സഭയായി എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വിവാഹങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിൽ വെളിപ്പെടും, അത് ജോലിയുമായിട്ടുള്ള ബന്ധത്തിൽ വെളിപ്പെടും, അത് ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധത്തിൽ വെളിപ്പെടും. അടുത്തിരിക്കുന്നവരെ കൈക്ക് പിടിച്ച് പ്രവചിച്ചു പറഞ്ഞേ, ചില കണക്ഷൻസ് ദൈവം നൽകാൻ പോവാ. പെട്ടെന്ന് പറഞ്ഞേ, ചില കണക്ഷൻസ് കർത്താവ് തരാൻ പോവാ. ആ കണക്ഷൻസ് ചില വാതിലുകൾ തുറക്കുന്നതായിരിക്കും. ആ കണക്ഷൻസ് ചില കയറ് പിടിച്ച് ഉയർത്തുന്നതായിരിക്കും. ആ കണക്ഷൻസ് ചില വഴികളെ ഒരുക്കുന്നതായിരിക്കും. ഓ ഗ്ലോറി. ആ കണക്ഷൻസ് ചില സ്വപ്നങ്ങളെ ഫുൾഫിൽ ചെയ്യിക്കുന്നതായിരിക്കും. Come on. Yes. ചില റോങ് പീപ്പിളിലൂടെ നിന്റെ പൊടിയെയും അഴുക്കിനെയും തുരുമ്പിനെയും എല്ലാം ദൈവം മാറ്റിയെങ്കിൽ കർത്താവ് പറയുന്ന മറ്റൊരു ചാപ്റ്റർ ഞാൻ നിന്റെ ലൈഫിൽ ആരംഭിക്കുകയാണ്. ഇത് പ്രവചന ദൂതാണ്. മറ്റൊരു ചാപ്റ്റർ നിന്റെ ലൈഫിൽ ഞാൻ ആരംഭിക്കുകയാണ്. I'm going to connect you with the right people. I'm going to give you right association. അടുത്ത സെന്റൻസ് ഇമ്പോർട്ടന്റ്. The association will give you acceleration. Oh. നന്നായി.
തെക്കേ വടക്കേ കിഴക്കേ പടിഞ്ഞാറ്, തെക്കേ വടക്കേ കിഴക്കേ പടിഞ്ഞാറ് നന്മകളെ വിട്ടുതരിക. വഴിയിൽ തടഞ്ഞവനും വാതിൽ അടച്ചവനും കൂടെ നിന്ന് കുതികാൽ വെട്ടിയവനും ചതിച്ചവനും നോ. അങ്ങനെ മുറിവേറ്റ ആരെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു റൈറ്റ് കണക്ഷൻ ഈ ദിവസങ്ങൾ നിങ്ങൾക്കായി കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യല്. ചില സർപ്രൈസ് കോളുകൾ കടന്നു വരുന്നു. കൂടെ കൂടെ ഇമെയിൽ ചെക്ക് ചെയ്തോ. മൾട്ടിനാഷണൽ കമ്പനികൾ ആർ യു വില്ലിംഗ് ടു ജോയിൻ വിത്ത് us എന്ന് ചോദിച്ച് സർപ്രൈസ് അപ്പോയിന്റ്മെന്റ് ലെറ്റേഴ്സ്. ആരോടാ ഞാൻ പ്രവചിക്കുന്നത്? മൾട്ടിനാഷണൽ കമ്പനികൾ സ്തോത്രം നിന്നെ തേടി വരുന്നു, നിന്റെ മക്കളെ തേടി വരുന്നു. In the name of Jesus, right association will give you acceleration. Yes, മറ്റൊരു തലം വെളിപ്പെടുന്നു, മറ്റൊരു സീസൺ ആരംഭിക്കുന്നു. Hallelujah, hallelujah. ശുശ്രൂഷന്മാരോട് പറയട്ടെ, നിങ്ങൾ ശുശ്രൂഷ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വെല്ലുവിളി ഉണ്ടായിരിക്കും. സ്തോത്രം, നിങ്ങൾക്ക് ശുശ്രൂഷ തരണമെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. കാരണം സ്തോത്രം, ശുശ്രൂഷ എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമിൽ നിന്ന് കണ്ടക്ഷോഭം നടത്തുന്നതല്ല. ശുശ്രൂഷ എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമിൽ നിന്ന് ബഹളം ഉണ്ടാക്കുന്നതല്ല. ആക്ച്വൽ മീനിങ് ഓഫ് മിനിസ്ട്രി, ശുശ്രൂഷയുടെ അർത്ഥം എന്ന് പറയുന്നത് സ്വർഗത്തെ തുറക്കുന്നത്, നരകത്തെ ഉറപ്പിക്കുന്നത്, ഭൂമിയിൽ ആത്മാക്കളെ വിടുതലേക്ക് നയിക്കുന്നത്. സ്തോത്രം, സാത്താനെ വിറപ്പിക്കുമ്പോൾ, അന്ധകാര പടലങ്ങളെ സ്തോത്രം അത് പരാജയപ്പെടുത്തുമ്പോൾ നീ നാൾ വാഴട്ടെ എന്ന് പറഞ്ഞ് ഒരിക്കലും സ്തോത്രം ചെകുത്താൻ നിനക്ക് നേരെ വെഞ്ചാമരം വീശത്തില്ല. മുഴുവൻ ആയുധവുമായി അവൻ നിനക്കെതിരെ കടന്നു വരിക. സ്തോത്രം, അതെ, നിങ്ങൾക്ക് ശുശ്രൂഷാമുഖത്തും വെല്ലുവിളി ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, റൈറ്റ് ഹൈവേയിലാണ്, ഗ്ലോറി ഹൈവേയിലാണ് നിങ്ങളുടെ ജീവിത വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ എന്തോ പറഞ്ഞേ? ഗ്ലോറി ഹൈവേ. ശബ്ദം ഉയർത്തി പറ. ഗ്ലോറി ഹൈവേ. പൗലോസ് ശുശ്രൂഷ ആരംഭിച്ചു. പട്ടണം മുഴുവൻ അവനെതിരായി, അവനെ കൊല്ലുമെന്ന് പറഞ്ഞ് പട്ടണം മുഴുവൻ എതിരായപ്പോൾ അപ്പോസ്തലർ 9 ചില ശിഷ്യന്മാർ സ്തോത്രം അവിടെ എഴുന്നേറ്റു. ചില ശിഷ്യന്മാർ, കർത്താവിന്റെ ശിഷ്യന്മാർ മാത്രം കരങ്ങൾ ഉയർത്തിയാട്ടെ. ശിഷ്യന്മാർ, റിയലി ബഥേലാണ് ഞാൻ നിൽക്കുന്നത്. സ്തോത്രം, അതെ, വേറെയുള്ളത് ഒത്തിരി വിശ്വാസികളെ ഉള്ളൂ, ശിഷ്യന്മാർ കുറവാണ്. എന്നാൽ ശിഷ്യന്മാരിൽ വെളിപ്പെടുന്നത് സ്തോത്രം, അതെ, കർത്താവ് യേശുവിന്റെ സ്വഭാവം. വിശ്വാസികളിൽ വെളിപ്പെടുന്നത് പെന്തിക്കോസ്ത് സ്വഭാവമെങ്കിൽ ശിഷ്യനിൽ വെളിപ്പെടുന്നത് യേശുവിന്റെ സ്തോത്രം. അത് വിശ്വാസികളിൽ വെളിപ്പെടുന്നത് സ്തോത്രം പെന്തിക്കോസ്ത് സ്വഭാവമെങ്കിൽ ശിഷ്യനിൽ വെളിപ്പെടുന്നത് യേശുവിന്റെ സ്വഭാവമാണ്. യേശുവിന്റെ സ്വഭാവം കയറ് കുരുക്കുന്നതല്ല, കയറ് പിടിക്കുന്ന, പ്രശ്നത്തിൽ കിടക്കുന്നവനെ കയറിൽ പിടിച്ച് ഉയർത്തുന്ന സ്വഭാവം. യെസ്, കുണ്ടുകിണറ്റിൽ കിടക്കുന്നത് പോലെ സ്തോത്രം, കുഴികളിൽ കിടക്കുന്ന, പ്രോബ്ലംസിൽ കിടക്കുന്ന ചിലതിനെ കയറ് പിടിച്ച് ഉയർത്തുവാൻ ചില കരങ്ങളെ ഇന്ന് പകൽക്കാലം കർത്താവ് നിയോഗിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങളെ ഒന്ന് ഉയർത്തിയാട്ടെ, രണ്ട് കരങ്ങളെ ഉയർത്തിയാട്ടെ. പ്രശ്നങ്ങളെ ഈ കരങ്ങൾ ശൂന്യമല്ല കേട്ടോ. ചില കുടുംബങ്ങളെ ഉത്തരവാദിത്തങ്ങൾ ഈ കരങ്ങളിൽ കർത്താവ് കൊടുക്കുകയാണ്. ചില ജാതികളുടെ ഉത്തരവാദിത്തങ്ങൾ ഈ കരങ്ങളിൽ പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യുകയാണ്. ചില വംശങ്ങളിൽ കിടക്കുന്ന ചിലതിനെ മഹത്വത്തിന്റെ സുവിശേഷത്തിൽ സഭയിലേക്ക് എത്തിപ്പാൻ തക്കോണം ചില നിയോഗങ്ങൾ കർത്താവ് നൽകുകയാണ്. ഇന്ന് പകൽക്കാലം 30 സെക്കൻഡ് അന്യഭാഷകളൊന്ന് പ്രാർത്ഥിച്ച്, ചില കരങ്ങളിൽ ചില വലകളെ ദൈവം കൊടുക്കുന്നു, ചില കരങ്ങളിൽ ദൈവം ചില ചൂണ്ടലുകളെ കൊടുക്കുന്നു, ചില കരങ്ങളിൽ ദൈവം ചില വലകളെ കൊടുക്കുന്നു, ചില കരങ്ങളിൽ ചില ചൂണ്ടലുകളെ കൊടുക്കുന്നു. ഒരു ഇവാഞ്ചലിസം ഫയർ, ഒരു സുവിശേഷീകരണത്തിന്റെ അഗ്നി, ഒരു ഇവാഞ്ചലിസം ഫയർ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ഏതിന്റെ മേല് കർത്താവ് പകരുകയാണ്. യെസ്, കയറ് പിടിക്കുന്നവർ
കയറ് പിടിക്കുന്ന ഓരോരുത്തോളം ഈ ദിവസങ്ങളിൽ കയറ് പിടിക്കുന്ന ചിലർ കയറ് കുരുക്കുന്നവരല്ല, നിന്നെ കഴുത്തിൽ കെട്ടി തൂക്കി കൊല്ലുന്നവരല്ല. സ്തോത്രം. ആരാച്ചാരുടെ പരിപാടിയിലല്ല, നിന്നെ എത്തിക്കേണ്ട സ്ഥാനത്ത് നിന്നെ എത്തിപ്പാൻ, നിന്റെ വിഷയത്തിൽ നിന്നെ സംരക്ഷിപ്പാൻ. ശത്രുവിന്റെ ആക്രമണത്തിൽ നീ ആയിരിക്കുമ്പോൾ, ദുഷ്ടൻ നിന്നെ ഒറ്റക്കെട്ട് ആക്രമിപ്പാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നീ ഒറ്റക്കല്ല. യുദ്ധം ദൈവത്തിൻ്റെതാണ്. ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ദൈവ സ്നേഹത്തിൽ ചേർത്ത് പിടിക്കാൻ ചില കയറ് പിടിക്കുന്നവരെ നീ കണ്ടുമുട്ടുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതിയോഗി ഒരു വശത്തുണ്ടായിരിക്കും, പക്ഷേ സ്തോത്രം ലോകം മുഴുവൻ സ്തോത്രം അതേ മരീചികയല്ല. ലോകത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചില ഒയാസിസുകളുണ്ട്. ഒയാസിസിന്റെ മലയാളം എന്താ? ഒയാസിസ് മരുപ്പച്ചയുണ്ട്. മരീചികയല്ല ലോകം, ഇടയ്ക്കിടയ്ക്ക് മരുപ്പച്ചയുണ്ട്. അടുത്തിരിക്കുന്നവർ നോക്കി പറ, ഞാനൊരു മരുപ്പച്ചയാണ്. പെട്ടെന്ന് പറഞ്ഞേ, ഞാനൊരു മരുപ്പച്ചയാണ്. ചൂടേറി വരുന്ന ചിലതിന് ഞാൻ തണുപ്പാണ്. സ്തോത്രം. അതേ ദാഹിച്ചു വലഞ്ഞു വരുന്ന ചിലതിന് ഞാൻ ആശ്വാസമാണ്. കൊടുങ്കാറ്റിൽ കയറി വരുന്ന ചിലതിന് ഞാനൊരു മന്ന മാരുതനാണ്. മുറിവേറ്റ് വരുന്നവർക്ക് ഞാൻ മുറിവ് കെട്ടുന്നവനാണ്. കെട്ടവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. അതേ കയറ് പിടിക്കുന്നവരുണ്ടായിരിക്കും. രണ്ടാമത് ഞാൻ പറയട്ടെ, വാതിലുകൾ തുറക്കുന്നവരെ നീ കണ്ടുമുട്ടുവാൻ വേണ്ടി പോകുന്നു. വാതിലുകൾ അടയ്ക്കുന്നവരല്ല. ഓ, UK ഒരാൾ ഇറങ്ങി, അല്ലെങ്കിൽ അമേരിക്കയിൽ ഒരാൾ ഇറങ്ങി, ദുബായിയുടെ പ്രദേശത്ത് ഒരാൾ ഇറങ്ങി, ഖത്തറിൻ്റെയും സൗദിയുടെയും ഇങ്ങനെ ഒരുത്തൻ വന്നിട്ടുണ്ട്. ഒരു കാരണവശാലും അവനെ വിളിക്കല്ലേ. ABCD EFGH IJKL MNO. നോ. വാതിൽ അടയ്ക്കുന്നവനല്ല, അവനിൽ നിന്നെല്ലാം മഹത്വം മാറി നടക്കുമ്പോൾ കർത്താവിൻ്റെ കൃപയാൽ ഞാൻ പറയട്ടെ, വാതിൽ തുറക്കുന്നവരുമായി നീ കണക്ട് ചെയ്യപ്പെടുവാൻ വേണ്ടി പോകുന്നു. വാതിൽ തുറക്കുന്നവരുമായി നിങ്ങൾ കണക്ട് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഒരു കതക് തുറക്കുന്ന ശബ്ദം ആത്മമണ്ഡലത്തിൽ ഇന്ന് പകൽക്കാലം കേട്ടു എങ്കിൽ മനസ്സിലാക്കണം, ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. യെസ്, വാതിൽ തുറക്കുന്നവർ. ഹല്ലേലൂയ, വാതിൽ തുറക്കുന്നവർ. എസ്തറിന് വേണ്ടി വാതിൽ തുറക്കാൻ ഒരു പുള്ളി ഉണ്ടായിരുന്നു. അവന്റെ പേരായിരുന്നു മൊർദെഖായി. അപ്പനും അമ്മയും ഇല്ലാത്തതായ അനാഥ പെൺകുട്ടിയായിരുന്നു ഹദസ എന്ന എസ്തർ. എന്നാൽ ഒരു റൈറ്റ് മൊർദെഖായിയുടെ കൈത്താങ്കലുണ്ടായാൽ അവൾ സ്തോത്രം ഇന്ത്യ മുതൽ ഈജിപ്റ്റ് വരെയുള്ള വലിയ സംസ്കാരത്തിന്റെ, വലിയ രാജ്യത്തിന്റെ, വലിയ സാമ്രാജ്യത്തിന്റെ അവൾ രാജ്ഞിയായി ഉയരും. ഇന്ന് പകൽ നീ ഹദസയെ പോലെ ഒന്നുമല്ലാതെ ശൂന്യതയിൽ കിടക്കുകയായിരിക്കാം. പക്ഷെ ഒരു മൊർദെഖായി കണക്ഷൻ ഡോർ തുറക്കുന്നു. Yes. അൺഎക്സ്പെക്റ്റഡായി യവനുമുണ്ടോ ഈ ലിസ്റ്റിൽ? യവൾ എങ്ങനെ ഇവിടെ എത്തി എന്ന് ആശ്ചര്യപ്പെടുമാറുള്ള ഒരു ഡിവൈൻ പ്രൊവിഷൻ. ഡോർ ഓപ്പണർ. വാതിലുകൾ തുറക്കുന്നവർ നീയുമായി കണക്ട് ചെയ്യട്ടെ. കേൾക്കുന്നവർ ശബ്ദം ഉയർത്തി ആമേൻ പറഞ്ഞേ. ആ വഴികളെ അടയ്ക്കുന്നവരല്ല, വഴികൾ അടയ്ക്കുന്നവരെ നീ കണ്ടു കാണും. പക്ഷേ സ്തോത്രം, ഇതാ എൻ്റെ ദൂതനെ ഞാൻ നിനക്ക് മുൻപായി അയക്കുന്നു. യോഹന്നാൻ സ്നാപകൻ യേശു കർത്താവിന് മുൻപാ പോയി വഴി ഒരുക്കി. ബേഥേലിനെ നോക്കി ഇന്ന് പകൽക്കാലം ഞാൻ പ്രവചിക്കട്ടെ. സ്തോത്രം, ഭൂഖണ്ഡങ്ങളിൽ, രാജ്യങ്ങളിൽ വഴികളെ ഒരുക്കുന്ന ചില കോർഡിനേറ്റിംഗ് സ്പിരിറ്റുള്ളതായ, ചില കോർഡിനേറ്റിംഗ് സ്പിരിറ്റുള്ള ചില സ്പിരിച്വൽ ബുൾഡോസേഴ്സിനെ, ചില സ്പിരിച്വൽ ഏറ്റെടുക്കണം. ഏതോ യങ്സ്റ്റേഴ്സ് ഇന്ന് പകൽക്കാലം ദൈവം അതിനായി നിന്നെ നിയോഗിക്കുകയാണ്. വലിയൊരു കോർഡിനേറ്റിംഗ് സ്പിരിറ്റിന്റെ പുറപ്പ്. യെസ്. കരങ്ങളെ അടിച്ച് 2 മിനിറ്റ് ദൈവത്തെ സ്തുതിച്ച്. Yes. Hallelujah.
ഇത് പകൽക്കാലം ഈ ഹാളിൽ ഇരിക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ ആ ഓൺലൈൻ വാച്ച് ചെയ്യുന്ന ചിലതിനെ സ്തോത്രം രാജ്യങ്ങളെ തുറക്കാൻ, ഭരണാധികാരികളെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിപ്പാൻ, അതേ ബിസിനസ്സുകാരെ മീറ്റിംഗിന് സ്പോൺസർ ചെയ്യിപ്പിപ്പാൻ, ദൈവദാസന്മാരെ സീപോർട്ട് മുതൽ എയർപോർട്ട് വരെ അതേ പലതിനെ ക്രമീകരിപ്പാൻ ഒരു കോർഡിനേഷൻ സ്പിരിറ്റ് ദൈവകൃപയാൽ ചിലതിന് മേൽ കർത്താവ് അയക്കുകയാണ്. ഈ തലമുറയിൽ കത്തോലിക്കൻ തുടങ്ങി പെന്തക്കോസ്റ്റൽ വരെ ഓർഗനൈസേഷൻ വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ ഇത്തരക്കാരെ ദൈവമായ കർത്താവ് കിങ്ഡം ബെനിഫിഷ്യസായി, കിങ്ഡം ബെനിഫിറ്റിന് വേണ്ടി ഉപയോഗിക്കുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. ഏറ്റെടുത്ത് വേ മേക്കേഴ്സ് എഴുന്നേൽക്കട്ടെ. അതരകളെ തുറന്ന് അന്യഭാഷ പറഞ്ഞേ. Yes, way makers. We need some way makers. Yes, way makers. Way makers. Crusades arrange ചെയ്യാൻ, pastors seminar arrange ചെയ്യാൻ, പല meetings arrange ചെയ്യാൻ way makers എഴുന്നേൽക്കട്ടെ. മനസ്സിലാക്കുന്നോ നിങ്ങൾക്ക്? ഇത് സാധാരണ ഒരു പ്രസംഗമല്ല. എനിക്ക് സാധാ പ്രസംഗം അറിയാം. പക്ഷെ ഇന്ന് പകൽക്കാലം എവിടെയൊക്കെയോ കഴിഞ്ഞ നാളുകളിൽ സാത്താൻ പൊളിച്ചു കളഞ്ഞത്, എവിടെയൊക്കെയോ സാത്താൻ ഏതോ ഉറവകൾ മണ്ണിട്ട് മൂടിയത്, അതിനെ ദൈവം ഇന്ന് പകൽക്കാലം വീണ്ടും തുറന്നിട്ട് ഇന്നും ചലനമുണ്ട്, ഇന്നും പ്രവൃത്തിയുണ്ട്. ഇന്നും ഒറ്റ മേൽക്കൂരയ്ക്ക് കീഴിൽ 10,000-കണക്കിന് ജനത്തെ ഒരുമിച്ച് കൂട്ടുവാൻ കഴിയും, ദൈവദാസന്മാരെ കൊണ്ടുവരുവാൻ കഴിയുമെന്ന് രാജ്യത്തിന്റെ ഡെസ്റ്റിനിയെ തന്നെ മാറ്റുന്ന, പ്രദേശങ്ങളെ ഡെസ്റ്റിനിയെ മാറ്റുന്ന ചില വേ മേക്കറെ ഈ വർഷത്തിൽ, ഈ ദിവസങ്ങളിൽ ദൈവം നീയുമായി കണക്ട് ചെയ്യുവാൻ പോകുകയാണ്, കണക്ട് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. സ്തോത്രം. വെൽഡിംഗ് മെഷീൻ അല്ല യോജിപ്പിക്കുന്നത്, പണമല്ല യോജിപ്പിക്കുന്നത്, MBBS MTech അല്ല യോജിപ്പിക്കുന്നത്, സൈന്യമല്ല, ശക്തിയല്ല. പകരം പറ ദൈവത്തിന്റെ, ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ ചർച്ച്. നീ സ്തോത്രം ഒരു നെറ്റ്വർക്കിലേക്ക് ഈ ദിവസങ്ങൾ മൂവ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം. നീ ഒരു വലിയ ഗ്ലോബൽ നെറ്റ്വർക്കിലേക്ക്, ഒരിക്കൽ കൂടെ ഒരു ഗ്ലോബൽ receive that. നീ ഇതുവരെ കണ്ടത് റോങ് പീപ്പിൾ ആണ്. നീ ഇതുവരെ കണ്ടത് പെനീരയുടെ കുത്താണ്. നീ ഇതുവരെ കണ്ടത് പെനീരയുടെ കയ്പിന്റെ വാക്കാണ്. എന്നാൽ തമ്പുരാൻ പറയുന്നു, സ്തോത്രം, ഈ കുത്തിന്റെ നടുവിലും ഈ കണ്ണുനീരിന്റെ നടുവിലും നീ എന്നെ തള്ളിക്ക പറഞ്ഞില്ല. ഈ കുത്തിന്റെ നടുവിലും നീ എന്റെ സന്നിധിയിൽ വിശ്വസ്തനായിരുന്നു. ഈ കുത്തിന്റെ നടുവിലും സ്തോത്രം നീ എനിക്ക് വേണ്ടി നിന്നു. നീ നിന്നത് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയല്ല, നീ നിന്നത് പണത്തിനും ഗ്ലാമറിനും വേണ്ടിയല്ല. നീ എനിക്ക് വേണ്ടി നിന്നത് കൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി നിൽക്കുന്നു എന്ന്. നീ എനിക്ക് വേണ്ടി നിന്നത് കൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി നിൽക്കുന്നു എന്ന്. നീ എനിക്ക് വേണ്ടി നിന്നത് കൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് ദേശങ്ങളെന്ന് കാണട്ടെ. നാലാമതായി കർത്താവിനോട് പറഞ്ഞത്, നിന്റെ ഡ്രീമിനെ ഫുൾഫിൽ ചെയ്യുന്ന ചിലർ കടന്നു വരുന്നുണ്ട്. നിന്റെ ഡ്രീമിനെ ഫുൾഫിൽ ചെയ്യുന്ന ചിലരെ കർത്താവ് കൊണ്ട് തരുവാൻ വരികയാണ്. നിന്റെ സ്വപ്നം വേറെ ആർക്കും അറിയത്തില്ല. അങ്ങനെ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ചില എസ്തേർമാർ ഇരിപ്പുണ്ട്, ഇതിനകത്ത് ചില ദാനിയേൽമാർ ഇരിപ്പുണ്ട്, ഇതിനകത്ത് ചില പ്രിൻസസ് ഉണ്ട്, ഇതിനകത്ത് ചില പ്രിൻസ് ഉണ്ട്. രാജ്യങ്ങളുടെ ഇന്ത്യൻ ചർച്ചിന്റെ ഡെസ്റ്റിനിയെ തന്നെ മാറ്റുവാൻ കഴിവുള്ള ചില പ്രിൻസും ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഇരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിനക്ക് സാധാരണ ഒരു വിശ്വാസിയാകാൻ കഴിയത്തില്ല. കൈയടിക്കുന്നേ, നേരെ കൈയടിക്ക.
ഇന്ന് പകൽ രാജ്യങ്ങളുടെ കൊടികളെ ആത്മമണ്ഡലത്തിൽ നീ കാണുന്നെങ്കിൽ അതിശയിക്കല്. ഇത് സാധാരണ ഒരു ഉപവാസ പ്രാർത്ഥനയല്ല, ഒരു ഇന്റർനാഷണൽ മിഷന് വേണ്ടി ആരൊക്കെ ഇന്ന് പകൽക്കാലം സ്പെഷ്യലി എന്റെ തമ്പുരാൻ ഇമ്പോർട്ട് ചെയ്ത് എഴുന്നേൽപ്പിക്കുകയാണ്. വായ് തുറന്ന് ആരാധിച്ച്, വായ് തുറന്ന് അന്യഭാഷ പറഞ്ഞേ. യെസ് 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 അങ്കിളെ ഏറ്റെടുക്ക. നിന്റെ ബെസ്റ്റ് സീസൺ, ബെസ്റ്റ് സീസൺ, ബെസ്റ്റ് സീസൺ, ബെസ്റ്റ് സീസൺ, ബെസ്റ്റ് സീസൺ. ഒരു സ്വപ്നമുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തിയാടും. ഒരു സ്വപ്നമുള്ളവർ, ഡ്രീം ഫുൾഫിൽ ചെയ്യുന്ന, നിന്റെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്നവർ, നിന്റെ സ്വപ്നം നിമിത്തം നിന്നെ ദേഷിക്കുന്നവരല്ല, നിന്റെ സ്വപ്നം നിമിത്തം നിന്റെ വസ്ത്രം ഊരിയെടുത്ത് നിന്നെ മഞ്ഞപത്രത്തിൽ നാണം കെടുത്തുന്നവരല്ല, നിന്റെ സ്വപ്നം നിമിത്തം നിന്നെ വിറ്റ് പൈസയാക്കുന്നവരല്ല, നിന്റെ സ്വപ്നത്തിൽ നിന്നെ കൈ ഉയർത്തുന്ന ചിലരെ ഇന്ന് പകൽക്കാലം കർത്താവ് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. Yes, yes, yes. Rohoria sela kasini ando. Mala hase teneri anda. Haseli hemdorobokoso. Hallelujah. Hallelujah. അങ്ങളെ ഇതിനകത്തിരിക്കുന്ന ചിലതെല്ലാം ഫോർഗോട്ടൺ കേസസ് ആണ്. ഇതിനകത്തിരിക്കുന്ന ചിലതെല്ലാം ഫോർഗോട്ടൺ കേസസ്. എവരുടെ നന്മ അനുഭവിച്ചവരാണ്, എവരിൽ നിന്ന് പൈസ അനുഭവിച്ചവരുണ്ട്, എവരിൽ നിന്ന് ദൂത് അനുഭവിച്ചവരുണ്ട്, എവരുടെ മിനിസ്ട്രി അനുഭവിച്ചവരുണ്ട്. പക്ഷെ അവൻ ദുബായിലും അമേരിക്കയിലും ഒക്കെ എത്തിയപ്പോൾ അവരെ മറന്നു കളഞ്ഞു. ആ പാനപാത്ര വാഹന്റെ കാര്യമാണെന്നേ ഞാൻ പറയുന്നത്. അച്ചാച്ചൻ സ്തോത്രം ചെല്ലുമ്പോൾ വിസ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതാ. പക്ഷെ 2 വർഷം ആ ചെറുക്കനെ മറന്നു കളഞ്ഞു. 2 വർഷം ആ സ്വപ്നക്കാരൻ നിങ്ങൾക്ക് മനസ്സിലായില്ല. 2 വർഷം ആ ചെറുക്കനെ മറന്നു കളഞ്ഞു. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ മുഴങ്കാലം നിൽക്കുമ്പോൾ കർത്താവ് പറയുന്നു, ദ ബുക്ക് ഓഫ് റിമംബറൻസ് ഞാൻ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഓർമ്മയുടെ പുസ്തകം ഇന്ന് പകൽ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഓർമ്മയുടെ പുസ്തകം ഇന്ന് പകൽക്കാലം ആക്ടിവേറ്റ് ചെയ്യുന്നു. ഓർമ്മയുടെ പുസ്തകം ഇന്ന് പകൽക്കാലം ആക്ടിവേറ്റ് ചെയ്യുന്നു. നീ തൊട്ടവര്, നീ പ്രാർത്ഥിച്ചവര്, സൗഖ്യമായവര്, ദൂത് പറഞ്ഞവര്, നിന്നിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചവര്, നീ അവരിൽ വിതച്ചെങ്കിൽ get ready church ബഥേൽ, നിന്നിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചവർ, നീ അവരിൽ വിതച്ചു, നിനക്ക് തിരിച്ചൊരു കൊയ്ത്ത് കണ്ടില്ല. പലപ്പോഴും ആ വിത മണ്ണിൽ, അതേ പാറപ്പുറത്തായി പോയി. പലപ്പോഴും നീ വിതച്ചത് മുള്ളിനിടയിലായി പോയി. പലപ്പോഴും വിതച്ചത് സ്തോത്രം വഴിയരികിലായി പോയി. എന്നാൽ തമ്പുരാൻ പറയുന്നു, അത് മറന്നു കളവാൻ ഞാൻ അനീതിയുള്ള ദൈവമല്ല. നീ വിതച്ചത് എന്നിലായതുകൊണ്ട്, നീ വിതച്ചത് എന്നിലായതുകൊണ്ട് 30, 60, 100 മേരി ഫലം കായ്ക്കുന്ന ഒരു തിരിച്ചൊരു ഹാർവസ്റ്റ് സീസൺ. Receive that in Jesus' name. യെസ് 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 എല്ലാ സഹോദരന്മാർ, എല്ലാ കൂട്ടുവേലക്കാർ, എൻ്റെ കൂട്ടുവേലക്കാർ ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കണം. എൻ്റെ കൂട്ടുവേലക്കാർ ഇന്ന് പകൽക്കാലം ആക്ടിവേറ്റ് ചെയ്യണം. നിന്റെ ഡ്രീം ഫുൾഫിൽ ചെയ്യുന്നവർ, നിന്റെ ഡ്രീം ഫുൾഫിൽ ചെയ്യുന്നവർ, നിന്റെ ഡ്രീം ഫുൾഫിൽ ചെയ്യുന്നവർ, അവർ നിന്നെ ഓർക്കുകയാണ്. അവർ നിന്നെ ഓർക്കുകയാണ് കുഞ്ഞെ, അവർ നിന്നെ ഓർക്കുകയാണ്. അവർ നിന്നെ ഓർക്കുകയാണ്. അവർ നിന്നെ ഓർക്കുന്നത് കൊണ്ട്, അവർ നിന്നെ ഓർക്കുന്നത് കൊണ്ട് എന്നും ഈ കാരാഗ്രഹത്തിലല്ല, ഡോറുകൾ തുറക്കുകയാണ്. ഡോറ്
തുറക്കുന്നവൻ അറിയത്തില്ല നാളെ നീ ആരാണെന്ന്. നിന്നേക്ക് വേണ്ടി കൈപിടിച്ച പടിക്കട്ടിൽ ഇറക്കുന്നവൻ അറിയത്തില്ല. കൊട്ടാരത്തിന്റെ വാതിൽക്കലേക്ക് നിന്നെ നയിക്കുന്നവൻ അറിയത്തില്ല നാളെ നീ ആരാണെന്ന്. നിന്റെ വീട്ടുകാർക്ക് പോലും അറിയത്തില്ല നാളെ നീ ആരാണെന്ന്. അടുത്തിരിക്കുന്നവരെ രണ്ടുപേരെ തൊട്ട് പറ, ഞാനൊരു സർപ്രൈസ് ആണ്. പെട്ടെന്ന് പറഞ്ഞേ, ഞാനൊരു സർപ്രൈസ് ആണ്. എല്ലാ 5ാം ക്ലാസ്സുകാരും 10ാം ക്ലാസ്സുകാരും 12ാം ക്ലാസ്സുകാരും കോളേജുകാരും അത് ബിസിനസ്സുകാരും ശുശ്രൂഷകന്മാരും സകലരും പറഞ്ഞാട്ടെ, ഞാൻ ആരാണ്? പറ 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 പറ. ഞാനൊരു സർപ്രൈസ് ആണ്. കർത്താവിന്റെ മഹത്വത്തിനായി ഞാൻ ആരാണ്? പറ ഒരിക്കൽ കൂടെ, കർത്താവിന്റെ മഹത്വത്തിനായി ഞാൻ ആരാണ്? കാരണം വിക്ടറി ടെസ്റ്റിമണി, ഒരു ജയത്തിന്റെ സാക്ഷ്യത്തിന്റെ ഉദ്ഘാടന മഹാമഹമാണ് ഇന്ന് പകൽക്കാലം ഈ സെഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പം അസൂയയില്ലാതെ, അല്പം കോമ്പറ്റീഷൻ ഇല്ലാതെ, എത്ര യൂട്യൂബ് ഉണ്ടോ വാട്സപ്പ് ഉണ്ടോ മാങ്ങാത്തിലുണ്ടോ, ഐ വോണ്ട് കെയർ. ഇന്ന് പകൽക്കാലം 34 വർഷമായി എൻ്റെ അപ്പച്ചൻ ഈ അനാഥനായി എന്നെ ഉപയോഗിക്കുന്നെങ്കിൽ അതിന്റെ പൂർണ്ണ നിറവിൽ നിന്ന് ഇന്ന് പകൽക്കാലം ആ അഭിഷേകം നിന്നിലേക്ക് റിലീസ് ചെയ്ത് ഞാൻ പറയുന്നു, റൈറ്റ് കണക്ഷൻ. യേശുവിന്റെ നാമത്തില് രണ്ട് കരങ്ങളെ ഉയർത്തി ഒന്നിപ്പിച്ചൊന്ന് പ്രവചിച്ചു പറഞ്ഞേ. പ്രവചിച്ചു പറഞ്ഞേ, രാജ്യങ്ങൾ അടുക്കട്ടെ, രാജ്യങ്ങൾ അടുക്കട്ടെ. പറ ഇഷ്ടപ്പെട്ട രാജ്യങ്ങൾ പറ. ഇഷ്ടപ്പെട്ട മീൻസ് നിന്റെ സോളല്ല, നിന്റെ സ്പിരിറ്റ്, ആത്മമണ്ഡലത്തിൽ നീ കണക്ട് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. വിളിച്ചു പറ സ്തോത്രം യേശുവിന്റെ നാമത്തില്. നീ ചിന്തിക്കാത്ത ഇക്വഡോറായിരിക്കാം, നീ ഒരിക്കലും പ്രാർത്ഥിക്കാത്ത പനാമയായിരിക്കാം, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ടാൻസാനിയ ആയിരിക്കാം, ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്തതായ സ്തോത്രം അതേ ഏതോ രാജ്യങ്ങളായിരിക്കാം. ഇന്ന് പകൽക്കാലം കമാൻ രണ്ട് കരങ്ങൾ അയച്ച് യെസ് മക്കളെ, യെസ് കർത്താവേ, കർത്താവേ ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല. ഈ ആത്മമണ്ഡലത്തിൽ വേറെ ഏതൊക്കെയോ ഭാഷകൾ ആരൊക്കെയോ കേൾക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തതാണ് കേട്ടോ. യൂട്യൂബിൽ ഇത് കേട്ട് ഞാൻ വീണ്ടും സ്തോത്രം. ഈ ആത്മമണ്ഡലത്തിൽ അന്യ ഭാഷകൾ, ദാറ്റ് മീൻസ് ലോകത്തിലുള്ളതായ പല രാജ്യങ്ങളുടെ പല കൾച്ചറുകളുടെ ഭാഷകൾ ഇന്ന് പകൽക്കാലം ചിലർ കേൾക്കുന്നുണ്ട്. സ്തോത്രമംഗളെ, ഇംഗ്ലീഷ് അറിയാത്തവൻ ഇപ്പോ ചില ദിവസങ്ങൾ കഴിഞ്ഞ് ഇംഗ്ലീഷിൽ സാരസ ഗംഭീരമായി പ്രസംഗിക്കുന്ന ഒരു ജയത്തിന്റെ സാക്ഷ്യം ഏറ്റെടുക്കുക കുഞ്ഞേ.
ആത്മാക്കൾ 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 മംഗോളിയൻ റേസ് ആത്മാക്കൾ, ഓ ഫാർ ഈസ്റ്റ് ആത്മാക്കൾ, ഓ ഐലൻഡ്സിന്റെ ആത്മാക്കൾ, ചൈന മതിലിനപ്പുറത്തെ ആത്മാക്കൾ, മിഡിൽ ഈസ്റ്റിന്റെ ആത്മാക്കൾ, ആഫ്രിക്കയുടെ ആത്മാക്കൾ, യൂറോപ്പിന്റെ അമേരിക്കയുടെ ആത്മാക്കൾ. ഐ എം സോറി, ഇതൊരു പ്രൊഫറ്റിക് സെഷൻ ആണ്. ഐ എം സോറി, ഐ ക്യാൻ പ്രീച്ച് വെൽ. പക്ഷേ യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽക്കാലം റൈറ്റ് കണക്ഷൻസിലേക്ക് ഒരു പ്രൊഫറ്റിക് ഷിഫ്റ്റ്. This is my story. This is my song, praising my Savior all the day long. This is my story. നിന്റെ ജീവിത കഥ ഇതായിരിക്കും. This is my song. I'm just praising my Savior all the day long. This is my story. This is my song, praising my Savior all the day long. ഇരു കരങ്ങളെ ഉയർത്തി. This is my story. This is my song, praising my Savior all day long. എവിടെയോ നിന്റെ ലൈഫിൽ മുത്തായിരിക്കേണ്ടവർ നിനക്ക് കുത്ത് തന്ന പ്രതിയോഗി ആയി തീർന്നു എങ്കിൽ തമ്പുരാൻ പറയുന്നു, അതിലെല്ലാം ഞാൻ നിന്നെ ഒരുക്കുകയായിരുന്നു, അതിലെല്ലാം ഞാൻ നിന്നെ പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. കാരണം ആ ചെറുതിൽ കിടന്നാൽ വലുത് നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കൽ കൂടെ ആ ചെറുതിൽ കിടന്നാൽ വലുത് തന്നാൽ നിനക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ നീ വിശ്വസിച്ചിട്ടില്ലാത്തത്, നീ പ്രാർത്ഥിച്ചിട്ടില്ലാത്തത്, നീ പ്രതീക്ഷിച്ചിട്ടില്ലാത്തത്, ആരും നിന്നോട് പ്രവചിച്ചിട്ടില്ലാത്തത് ഈ ദിവസങ്ങൾ നിന്റെ വാതിക്കൽ വന്ന് തട്ടി നിന്നെ വിളിക്കുകയാണ്. സംതിങ് ഗ്രേറ്റ്, സംതിങ് പവർഫുൾ, സംതിങ് ഗ്ലോറിയസ്, സംതിങ് പെർമനന്റ്. അത് നിനക്ക് ഹാൻഡിൽ ചെയ്യുവാൻ കാണാത്ത മണ്ഡലത്തിൽ കണ്ണുനീരോടെ, തകർച്ചയോടെ, വേദനയോടെ, മുറിവോടെ നീ ആയിരിക്കുമ്പോൾ the Lord was preparing you. അതുകൊണ്ട് ഇനിമേലാൽ മനുഷ്യന്റെ മുമ്പിൽ കരയല്ലേ, മനുഷ്യന്റെ മുമ്പിൽ കരയല്ലേ. മനുഷ്യൻ നിന്നെ പരിഹസിക്കും. മനുഷ്യന്റെ മുമ്പിൽ കരയല്ല. തീരുമാനിക്കണം. സാക്ഷിയാ പറയുന്നത്, അനുഭവം പറയുന്നത്. മനുഷ്യന്റെ മുമ്പിൽ കരഞ്ഞാൽ മനുഷ്യൻ നിന്നെ പരിഹസിക്കുക. ദൈവത്തിൻ്റെ മുൻപിൽ കരഞ്ഞാൽ ദൈവം നിന്നെ മാനിക്കും. മനുഷ്യന്റെ മുൻപിൽ കരഞ്ഞാൽ മനുഷ്യൻ നിന്നെ പരിഹസിക്കും, അവഹേളിക്കും. അവൻ്റെ കരച്ചില്ല, അവളെ കരച്ചില്ലെന്ന് പറഞ്ഞ് മാറി നിന്ന് കുറ്റം പറയുക. അതുകൊണ്ട് എൽക്കാനയുടെ മുമ്പിൽ അവൾ കരയുന്ന നിർത്തി. ഓ കമാൻ, കരയുന്നവർ കരയട്ടെ, ആരാധിക്കുന്നവർ ആരാധിക്കട്ടെ. സ്തോത്രം. അതെ, മനസ്സിലാക്കുന്നവർ മാത്രം, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നവർ മാത്രം. അടുത്തിരിക്കുന്നവർ തൊട്ട് പറയാം, എൻ്റെ ഡയറക്ഷൻ ഞാൻ മാറ്റുക. പെട്ടെന്ന് പറഞ്ഞേ, ഞാൻ ഡയറക്ഷൻ മാറ്റുക. അച്ചാച്ചൻ്റെ മുമ്പിൽ ഞാൻ കരയുന്ന നിർത്തി. എൽക്കാന പുള്ളി ഈസ് എ വെരി നൈസ് ഹസ്ബൻഡ്, പക്ഷേ അച്ചാച്ചൻ്റെ മുൻപിൽ ഞാൻ കരയുന്ന നിർത്തി. അച്ചാച്ചൻ്റെ മുൻപിൽ കരഞ്ഞാൽ എൻ്റെ ലൈഫ് തുടങ്ങുന്ന എനിക്ക് ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. സ്തോത്രം. പക്ഷേ കരയേണ്ടവൻ്റെ മുൻപിൽ കരഞ്ഞാൽ എനിക്കൊരു മഹാപുരോഹിതനുണ്ട്, എന്നെ മനസ്സിലാക്കുന്ന ഒരു മഹാപുരോഹിതൻ.
അവൻ പാപം ഒഴികെ എനിക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണ്. ഒരിക്കൽ കൂടെ, അവൻ പാപം ഒഴികെ എനിക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണ്. കണ്ണുനീരിൻ്റെ ഉപ്പ് രസം എൻ്റെ ഫ്രണ്ടിന്, ബെസ്റ്റ് ഫ്രണ്ടിന് അറിയത്തില്ല. പക്ഷെ ഗെത്സമനിയിൽ കിടന്ന് കരഞ്ഞവന് കണ്ണുനീരിൻ്റെ ടേസ്റ്റ് എന്തെന്ന് വളരെ നന്നായിട്ട് അറിയാം. പാപം ഒഴികെ സകലത്തിലും എനിക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനറിയാം ലോൺലിനെസ് എന്താണ്, ഏകാന്തത എന്താണ്. ഓ സ്തോത്രം. എനിക്കൊരു മഹാപുരോഹിതനുണ്ട്, എനിക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്. എൻ്റെ ബെസ്റ്റ് അഡ്വക്കേറ്റ് തിരുവനന്തപുരത്തോ ബാംഗ്ലൂരോ ഡൽഹിയിലോ അല്ല. എൻ്റെ സ്തോത്രം അതേ ബെസ്റ്റ് അഡ്വക്കേറ്റ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ലോ നെതർലാൻഡ്സിലെ ഹേഗിലല്ല. എൻ്റെ ബെസ്റ്റ് അഡ്വക്കേറ്റ് അങ്ങ് 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 ആകാശവിധാനങ്ങൾക്കപ്പുറത്ത്, നക്ഷത്ര സൂര്യചന്ദ്ര നക്ഷത്രാദികൾക്കപ്പുറത്ത് പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്ത് എന്നെ മനസ്സിലാക്കുന്നതായ നല്ലൊരു അഡ്വക്കേറ്റ് ഉണ്ട്. സുനിൽ പാസ്റ്റർ എനിക്കൊരു ബൈബിൾ സ്റ്റഡി എടുത്തു. അദ്ദേഹം പറഞ്ഞതാണ് ഈസ് ദ കൺഫെഷൻ ഓഫ് ഹൈ പ്രീസ്റ്റ്. അദ്ദേഹം എന്നെ മറന്നു കാണും, പക്ഷേ എനിക്ക് മറക്കാൻ പറ്റത്തില്ലല്ലോ. സ്തോത്രം. അതെ, ഹീസ് ദ കൺഫെഷൻ ഓഫ് ഹൈ പ്രീസ്റ്റ്. പറയേണ്ടവന് മുൻപിൽ നീ പറയുമ്പോൾ നിനക്ക് പറവാൻ കഴിയാത്ത ഇടങ്ങളിൽ നിനക്ക് ചിലരോട് സംസാരിക്കാൻ കഴിയത്തില്ല. ചില മണ്ഡലങ്ങളിൽ നിനക്ക് ഇറങ്ങി നിന്ന് സംസാരിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം യഹൂദാ ഗോത്രത്തിലെ സിംഹ ചില പൈശാചിക മണ്ഡലങ്ങളെ മേൽ നിന്റെ പേരെടുത്തവൻ പറയുകയാണ്. ഇന്ന് പകൽക്കാലം ചില മാനുഷിക മണ്ഡലങ്ങളെ മേൽ നിന്റെ പേരെടുത്ത് പറഞ്ഞ് അവൻ പറയുകയാണ്, എനിക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്, എനിക്ക് സംസാരിക്കാൻ കഴിയാത്ത ഇടത്ത് എനിക്ക് വേണ്ടി ഫ്രീ ആയി എന്റെ പേരെടുത്തവൻ പറയുന്നവനാണ്. ഇന്ന് പകൽക്കാലം ഈ ദൂത് നടക്കുമ്പോൾ ദൂതന്മാർ പറയുന്നു, ശരിയാണല്ലോ, ഇവരെയൊക്കെ പേര് കൂടെ കൂടെ നമ്മൾ കേൾക്കുകയാണ്. ഒരിക്കൽ കൂടെ ദൂതന്മാർ പറയും, ഇവരെയൊക്കെ പേര് നമ്മൾ കൂടെ കൂടെ കേൾക്കുകയാണ്. ആര് പറഞ്ഞാ കേട്ടത്? സ്തോത്രം. കഴിഞ്ഞ ദിവസം വന്ന് പ്രവചിച്ച പ്രവാചകൻ പേര് വിളിച്ചല്ല പറയുന്നത്. താങ്ക് ഗോഡ്, അദ്ദേഹത്തിന്റെ ശുശ്രൂഷയ്ക്കായി സ്തോത്രം. നല്ലത്. പക്ഷെ യേശു കർത്താവ് നിന്റെ പേരെടുത്ത് പറഞ്ഞ് പിതാവിന്റെ സന്നിധിയിൽ നിനക്കായി വാദിക്കുന്നു. മനസ്സിലാക്കുന്ന ആമേൻ പറഞ്ഞേ. നിനക്ക് സംസാരിക്കാൻ കഴിയാത്ത ഇടത്ത് അവൻ നിനക്കായി സംസാരിക്കുന്നു. മനുഷ്യന്റെ മുൻപിൽ കരയുന്നത് നിർത്ത്. ദൈവത്തിന്റെ മുൻപിൽ തിരിഞ്ഞാട്. അവൾ നിർത്തി. എൽക്കാനയോട് പറയുന്നത് നിർത്തി. ദേവാലയത്തിലേക്ക് പോയി. അവിടെ മുട്ടുമടക്കി അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ ആ പ്രാർത്ഥന ഒരു വല്ലാത്ത പ്രാർത്ഥന. ഒരു ദേവദാസൻ എന്നോട് പറഞ്ഞു, സ്തോത്രം, ഒരു സെർട്ടൻ ലെവലിനപ്പുറത്ത് വേദന കയറിയാൽ, ഒരു സെർട്ടൻ ലെവലിനപ്പുറത്ത് വേദന കൂടിയാൽ പിന്നെ കണ്ണുനീര് വരത്തില്ല. അനുഭവിച്ചാരേലുണ്ടോ? പിന്നെ കണ്ണുനീര് വരത്തില്ല. കാരണം കരയുന്നതിന് മേലെയാ എൻ്റെ വേദന. കണ്ണുനീര് മാത്രമല്ല, പിന്നെ വാക്കും വരത്തില്ല. അത്ര വലിയ വേദനയിൽ അവൾ ചെന്ന് മുട്ടുമടക്കി. ഈ ആൾട്ടറിൽ ഒത്തിരി കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിലേ, ഈ കണ്ണുനീർ, ഈ കാർപ്പറ്റ് പലതും കുതിർക്കപ്പെട്ടത് അക്വാഫിന വെള്ളം കൊണ്ടല്ല, പല ജനത്തിൻ്റെ കണ്ണുനീർ കൊണ്ടാണ്. പുറത്ത് വീണതായ മഴവെള്ളം വറ്റിപ്പോകും, ഇതിൻ്റെ മറുപടി ഇല്ലാതെ പോകത്തില്ല. അവിടെ വേദന വളരെ വലുതായത് കൊണ്ട് വാക്കുകളില്ല, കണ്ണുനീരില്ല. ജനം അവളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു. ആരാ? ഏലി അവളെ തെറ്റിദ്ധരിച്ചു. നിങ്ങളെങ്ങനെ ഇരുന്ന് കേട്ടാൽ മതി. പല സമയത്ത് നമ്മളെ തെറ്റിദ്ധരിക്കുന്ന ജനം നമ്മളെ ചങ്കെടുത്ത് കാണിച്ചാലും മക്കളെ, ഇത് ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കുന്നതായ ഒരു സമൂഹം.
മോനെ എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങാമല്ലോ? താങ്ക് യു, സ്തോത്രം. നമ്മൾ ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്ന തെറ്റിദ്ധരിക്കുന്ന സമൂഹം. എന്നാൽ ഇന്ന് പകൽ എനിക്കും നിനക്കും മധ്യത്തിൽ നിന്റെ മുഖത്തെ നോക്കി മാർക്കിടുന്നവനല്ല, നിന്റെ ഹൃദയത്തെ നോക്കി പ്രതിഫലം തരുന്നവൻ, നിന്റെ ഹൃദയത്തെ നോക്കി നിനക്ക് മറുപടി നൽകുന്ന തമ്പുരാൻ പറയുന്നു, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു. ഈ ദിവസങ്ങളിലുള്ള പ്രാർത്ഥന മാത്രമല്ല, മാസങ്ങളും വർഷങ്ങൾക്ക് മുൻപേ ഉള്ള നിന്റെ പ്രാർത്ഥനയാണെങ്കിലും സ്പിരിറ്റ് തലത്തിൽ, ആത്മമണ്ഡലത്തിൽ ഞാൻ കാണുന്നു 90കളുടെ അവസാനമായിരിക്കാം, 2000ൻ്റെ ആരംഭമായിരിക്കാം, 2010 ആയിരിക്കാം, 2015 ആയിരിക്കാം, 18 ആയിരിക്കാം. കേക്ക്, നിന്റെ ജീവിതത്തിൻ്റെ അന്തരീക്ഷത്തിൽ പെയ്യാൻ കൊതിക്കുന്ന ഒരു കാർമേഘ പടലം പോലെ, ഒരിക്കൽ കൂടെ, പെയ്യാൻ കൊതിക്കുന്ന ഒരു കാർമേഘ പടലം പോലെ ആ പ്രാർത്ഥനകളെല്ലാം ഇങ്ങനെ നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും നിന്റെ കൂടപ്പിറപ്പുകളെയും ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുകയാണ്. ഈ ദിവസത്തിൽ ഒരു മഴ പെയ്യും. ഇരു കരങ്ങളെ അടിച്ച ജനം ദൈവത്തെ സ്തുതിച്ചേ. കാരണം ആരാണോ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചത്, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. അബ്രഹാം പ്രാർത്ഥിച്ചു, ലോത്ത് ദൈവത്തിന്റെ കൃപയാൽ വിടുവിക്കപ്പെട്ടു. മരുഭൂമിയിൽ സാഹചര്യം നോക്കാതെ മോശ പ്രാർത്ഥിച്ചു, ബാധ ദൈവത്തിന്റെ കൃപയാൽ നിർത്തലായി. എല്ലാവരും താഴ്വരകളായിരിക്കാം പ്രാർത്ഥിച്ചത്, സമനിലത്തായിരിക്കാം പ്രാർത്ഥിച്ചത്. പക്ഷെ ഏലിയാവ് പ്രാർത്ഥിച്ചത് കർമ്മേലിന്റെ മുകളിൽ പ്രാർത്ഥിച്ചു. രാജ്യം മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് വിളിച്ചു പറഞ്ഞു, യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം. എസ്തേർ പ്രാർത്ഥിച്ചു, ദേശത്തിന്റെ നിയമം മാറി. കർണാടക കേട്ടോ? എസ്തേർ പ്രാർത്ഥിച്ചു, ദേശത്തിന്റെ നിയമം മാറി. സഭ പ്രാർത്ഥിച്ചു, സ്തോത്രം. പത്രോസ് വിടുവിക്കപ്പെട്ടു. ഹെരോദാവിന്റെ സിംഹാസനം കാരിയായി. ഇന്ന് പകൽക്കാലം ആരൊക്കെ എവിടെയൊക്കെ പ്രാർത്ഥിക്കുന്നു, ചിലത് വെളിപ്പെടുന്നുണ്ട്. സ്തോത്രം. അതേ, എൻ്റെ ദൂതിൽ ഉള്ളത് തന്നെയാണ് പാസ്റ്റർ പറഞ്ഞത്. സ്തോത്രം. അതേ, സെൻഖരീബിന്റെ നിന്ദയുടെ കാലത്ത് ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ദൂതന്മാർ ഇന്ന് പകൽക്കാലം റിലീസ് ചെയ്യപ്പെടുന്നു. ഒരു ദൂതൻ ഇറങ്ങി 1,85,000 എണ്ണത്തിനെ വെട്ടിക്കൊന്നു. ഇന്നും സഭ സ്ഥലകാലം നോക്കാതെ പ്രാർത്ഥിക്കുമ്പോൾ നാച്ചുറൽ അല്ല, സൂപ്പർ നാച്ചുറലായ പ്രവൃത്തി വെളിപ്പെടുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇദ്യാമീൻ എന്ന് പറയുന്നതായ കാനിബാൾ ഒരുപക്ഷെ മനുഷ്യ മാംസത്തെ പോലും ഭക്ഷിച്ച് ജീവിച്ചു എന്ന് പറയപ്പെടുന്ന കണ്ടിട്ടില്ല, പറയപ്പെടുന്ന ഒരു ക്രൂരനായ മനുഷ്യൻ ഉഗാണ്ടയിലുണ്ടായിരുന്നു. ജനത്തിന് മുഴുവൻ ഭീഷണിയായിരുന്നു. മറുവശത്ത് എയ്ഡ്സിന്റെ ആക്രമണം ഉഗാണ്ടയിൽ ഉണ്ടായി. WHO പ്രകാരം പറഞ്ഞു, ഉഗാണ്ട രാജ്യം മുഴുവൻ ശവപ്പറമ്പാകാൻ പോകുകയാണ്. എയ്ഡ്സ് നിമിത്തം ലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടും. സ്തോത്രം. ദശലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടും. സ്തോത്രം. ഉഗാണ്ട മുഴുവൻ സെമിത്തേരിയാകുവാൻ പോകുകയാണ്, ശവപ്പറമ്പാണ്. എന്നാൽ ആ ദിവസങ്ങളിൽ ഇദ്യാമീന്റെ കാലത്ത് പ്രാർത്ഥനയ്ക്കൊന്നും യാതൊരു പെർമിഷനും ഇല്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവജനം എല്ലാ കാലത്തും എവിടെയും ഒരു റെമിനന്റ് ഉണ്ടല്ലോ, എല്ലായിടത്തും ഒരു ശേഷിപ്പുണ്ടല്ലോ. ആ ശേഷിപ്പാണെന്ന് ബോധ്യമുള്ളവർ നല്ലൊരു ആമേൻ പറഞ്ഞേ. ആ ശേഷിപ്പിലൂടെയാണ് ദൈവം ചലിക്കുന്നത്. ആ ശേഷിപ്പ്, സ്തോത്രം. അതേ, നാട്ടിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ അവർക്ക് അനുവാദമില്ലാത്തത് കൊണ്ട് അവർ കാട്ടിലേക്ക് ഓടിക്കയറി. ആഫ്രിക്കൻ കാട്ടിലേക്ക് ഓടിക്കയറി. പക്ഷികൾ ചലക്കുന്ന ശബ്ദത്തിൽ, മൃഗങ്ങൾ ഓരിയിടുന്ന ശബ്ദത്തിൽ എന്ന പോലെ ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ തുടങ്ങി. പകൽക്കാലം ഒരിക്കലും പറയാൻ കഴിയത്തില്ല. ലൂസിയാനെ ഇരിക്കുന്ന മറ്റേ അമേരിക്കൻ അച്ചാച്ചൻ എഴുതി തന്ന അന്യഭാഷ പറഞ്ഞ നോ, ലോക്കൽ ഭൂതമല്ല തീരുമാനിക്കുന്നത് എൻ്റെ അന്യഭാഷ എങ്ങനെ ഇരിക്കണമെന്ന് സ്വർഗത്തിലെ കർത്താവാ തീരുമാനിക്കുന്നത്. ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി, അയ്യോ ആ ചെയ്യുന്ന ആരും ഇല്ലേ? സ്തോത്രം. ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എന്താ സംഭവിച്ചേ? സ്തോത്രം. അങ്ങനെ പക്ഷികൾ ചലയ്ക്കുന്നു, മൃഗങ്ങൾ ഓരിയിടുന്നു, അറിയത്തില്ല. ജനം പ്രാർത്ഥിക്കുകയാണ്. ചർച്ച് ഹാളിലല്ല, കാട്ടിൽ. രാത്രിയെ പകലാക്കി, പകലിനെ രാത്രിയാക്കി
സ്തോത്രം. ആയിരക്കണക്കിന് ജനം പ്രാർത്ഥിച്ചു. അങ്കിൾ വന്ന് 10, 12, 13 വർഷം മുമ്പ് LMS കോമ്പൗണ്ടിൽ നമ്മുടെ മീറ്റിങ്ങിന് ഭയങ്കര ഒരു കണക്ക് പറഞ്ഞു. രാവിലെ ഞാൻ ചോദിച്ച അങ്കിളിന് സ്തോത്രം അപ്പോൾ ഓർക്കുന്നില്ല, പഴയ നോട്ടിൽ കാണും. സ്തോത്രം പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾ പറയും. ഞാൻ ഉഗാണ്ട പോയപ്പോൾ 70%, 70% അന്യഭാഷ പറയുന്ന ജനമാണ് ഉഗാണ്ടയിൽ. WHO പറഞ്ഞത് മുഴുവൻ സെമിത്തേരിയാകുമെന്നാണ്, ജനം നശിക്കുമെന്നാണ്. ഇദ്യാമിൻ പറഞ്ഞത് ക്രിസ്ത്യാനികളാണോ ഓവർ റിലീജിയസ് ആണെങ്കിൽ കൊന്നുകളയുമെന്നാണ്. രണ്ടും നടന്നില്ല. പ്രാർത്ഥിക്കുന്നു, ദൈവം ഇറങ്ങുകയാണ്, പുതിയ ചരിത്രമുണ്ടാകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അതേ പ്രാർത്ഥിക്കുന്നു, പുതിയത് ഉളവാകുകയാണ്. എന്താ ബ്രസേഷ് ബാബു പറഞ്ഞു വരുന്നത്? ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ, അങ്ങളെ സ്തോത്രം ആൻറ്റി കേക്ക്, പ്രാർത്ഥിച്ചപ്പോൾ ഹന്നയുടെ പ്രാർത്ഥനയിൽ പുതിയൊരു ചലനമാണ് ഉളവായത്. ഞാൻ നിർത്തി. പുതിയൊരു ചലനം ഉളവാകുകയാണ്. 5 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, പുതിയത് ഉളവാകുകയാണ്. പെട്ടെന്ന് പറഞ്ഞേ, പുതിയ ചലനം ഉളവാകുകയാണ്. പെട്ടെന്ന് പറഞ്ഞേ, 5 പേരെ, പുതിയ ചലനം ഉളവാക്കുകയാണ്. ബദൽ അസംബ്ലീസ് ഓഫ് ഗോഡ് കേൾക്ക്, പുതിയൊരു ചലനം ഈ ദിവസങ്ങളിൽ ഉളവാകാൻ പോകുന്നു. ഗെറ്റ് റെഡി. എത്ര പേർ ആ പുതിയ ചലനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ദാഹിക്കും? സ്തോത്രം. പുതിയ ചലനം, പുതിയൊരു ഗ്ലോറി റിലം, പുതിയൊരു ചലനം. കമോൺ, പുതിയൊരു ചലനം. ഇതുവരെ കണ്ടിട്ടില്ലാത്തത്, കൈകാര്യം ചെയ്തിട്ടില്ലാത്തത്, പുസ്തകങ്ങളിൽ വായിച്ചിട്ടില്ലാത്ത പുതിയൊരു ചലനം. വിശ്വസിക്കുന്നവർ 2 കരങ്ങളെ അടിച്ച് ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടില്ല? ഹല്ലേലൂയ. കേട്ടില്ല? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓൺലൈൻ വാച്ച് ചെയ്യുന്ന എല്ലാവരും പെട്ടെന്ന് ടൈപ്പ് ചെയ്തേ, സംതിങ് ന്യൂ. എന്തോ പുതിയത്. 2 കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം ദൈവത്തോട് പറഞ്ഞേ, പരിശുദ്ധാത്മാവേ പുതിയത് തരണമേ. ശബ്ദം ഉയർത്തി പറഞ്ഞേ, പ്രിയ കർത്താവേ. കേട്ടില്ല? പ്രിയ കർത്താവേ, ഇന്ന് പകൽക്കാല ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്നു, അന്ത്യകാലത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഈ രാജ്യങ്ങളുടെ സുവിശേഷീകരണത്തിനായി പുതിയ ശക്തിയെ, പുതിയ നിയോഗങ്ങളെ, പുതിയ മഹത്വത്തെ അവിടുന്ന് ഞങ്ങളിൽ പകരണമേ. ശബ്ദമുയർത്തി പറഞ്ഞേ, കർത്താവേ, അങ്ങയിലുള്ള സകലതും ഞങ്ങൾ വിശ്വാസത്താൽ ഏറ്റെടുക്കുന്നു, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. കേൾക്കുന്നോ? ഉറങ്ങിയോ? കേൾക്കുന്നോ? തുടരാമോ അതോ നിർത്താമോ? ഓക്കെ, തുടരാം. അങ്ങനെയാണ് നല്ലൊരു ഹാമയും പറഞ്ഞേ. ജോയിങ്ങളെ, അതുവരെ ഇസ്രായേൽ ജനത്തിന് അറിയാമായിരുന്നത് പ്രവാചകന്മാരെ അറിയാം. അതുവരെ ഇസ്രായേൽ ജനത്തിന് അറിയാമെന്നുള്ളത്, സഭയ്ക്ക് അറിയാമെന്നുള്ളത് ന്യായാധിപന്മാരെ അറിയാം. അതുവരെ സഭയ്ക്ക് അറിയാമെന്നുള്ളത് പുരോഹിതന്മാരെ അറിയാം. ഒരിക്കൽ കൂടെ, പുരോഹിതന്മാരെ, ന്യായാധിപന്മാരെ, പ്രവാചകന്മാരെ ചർച്ചിന് അറിയാം. പക്ഷെ മുട്ടുമേ നിന്ന ഒരു അമ്മച്ചി, അവളെ പ്രാർത്ഥനയാകുന്ന ലേബർ റൂമിൽ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന നിയോഗമുള്ള ചിലത് ഈ ദിവസങ്ങളിൽ കണ്ടുമുട്ടുമ്പോ അവരെ വിളിച്ച ഫ്യൂച്ചർ കിങ് ആയി അഭിഷേകം ചെയ്യണം. വെബ് സ്ട്രീം ഉള്ളത് നല്ലതാണ്, ഇല്ലെങ്കിൽ ഏറെ നല്ലതാണ്. ഓ ഹല്ലേലൂയ. യേഹൂവിനെ കണ്ടപ്പോൾ എലീശ അഭിഷേകം ചെയ്തതുപോലെ. ബദൽ, can you handle that? രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം ഈ ദൂതിന്റെ മുൻപിൽ
നിന്റെ കൊമ്പിൽ അഭിഷേക തൈലം നിറഞ്ഞിട്ടിരിക്കുക. ഒന്ന് ശമൂവേൽ 10 ശൗലിനെ അഭിഷേകം ചെയ്യുവാൻ, ഒന്ന് ശമൂവേൽ 16 ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ ഈ ശമൂവേലിനെ സ്തോത്രം ദൈവം ഉപയോഗിക്കുകയുണ്ടായി. അതുവരെ ചർച്ച് കണ്ടിട്ടില്ലാത്ത, അതുവരെ ജനം കണ്ടിട്ടില്ലാത്ത, കാലത്തെ ടോണിൽ പറഞ്ഞാൽ അതുവരെ ജനം കണ്ടിട്ടില്ലാത്ത ഒരു രാജത്വത്തിന്റെ മൂവ് ശമൂവേലിന്റെ തൈലക്കൊമ്പിൽ നിന്നല്ല, അമ്മച്ചിയുടെ പ്രാർത്ഥനയിൽ നിന്ന്. ഇന്ന് പകൽ അല്പം പ്രായമുള്ള തലനരച്ച ആരോടോ ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമുണ്ട്, ഇത് കാണാതെ നീ മരിക്കയില്ല. 2023 ശിമിയോന്മാർ ഇന്ന് പകൽക്കാലം കേൾക്കട്ടെ, അടുത്തൊരു ചലനം കാണാതെ നിനക്കൊരിക്കലും ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുവാൻ കഴിയത്തില്ല. രണ്ടുപേരെ തൊട്ട് പറഞ്ഞ അതിൽ എനിക്കൊരു പങ്കുണ്ട്, പെട്ടെന്ന് പറഞ്ഞേ, അതിൽ നിനക്കൊരു പങ്കുണ്ട്. ഇതുവരെ ചർച്ച കണ്ടിട്ടില്ലാത്തൊരു റാപ്പിഡ് മൂവ്, ഒരു വലിയൊരു റാപ്പിഡ് മൂവ്, നടന്നല്ല, ഓടിയല്ല, പറന്നു പോകുന്നത് പോലെ. ഇമ്മാനുവേൽ, ഇതുവരെ ചർച്ച കണ്ടിട്ടില്ലാത്തൊരു റാപ്പിഡ് മൂവിന് നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ മക്കൾക്കും നിന്റെ കൊച്ചുമക്കൾക്കും വലിയൊരു പങ്കുണ്ട്. അതാണ് നിന്റെ ജയത്തിന്റെ സാക്ഷ്യം. എനിക്കൊരു പ്രതിയോഗി ഉണ്ടെന്നേ, എന്നെ പരിഹസിക്കുന്ന ഒരു പ്രതിയോഗിയുണ്ട്. എപ്പം ഞാൻ ആരാധനയ്ക്ക് വേണ്ടി ഇറങ്ങിയല്ലോ, നീ ശിലോവിൽ പോവാണല്ലേ, നീ ആരാധിക്കാൻ പോകണം, നിനക്കതില്ലല്ലോ എനിക്കിതുണ്ട്, നിനക്കതില്ലല്ലോ എനിക്കിതുണ്ടെന്ന് പറഞ്ഞ് കുത്തുന്ന ഒരു പ്രതിയോഗിയുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം സ്തോത്രം വളരെ സത്യം, ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, നിന്റെ പ്രതിയോഗിയെ നോക്കി എൻ്റെ ദൈവം പറയും, നിന്റെ പ്രതിയോഗിയെ വാടപ്പിക്കുന്ന ഒരു വിക്ടറി ടെസ്റ്റ്മണി നിന്റെ കയ്യിൽ, നിന്റെ പ്രതിയോഗിയെ നിശബ്ദമാക്കുന്ന ഒരു ജയത്തിന്റെ സാക്ഷ്യം നിന്റെ കയ്യിൽ. ഹലോ ഹലോ ഹലോ, നിന്റെ പ്രതിയോഗിയെ പകക്കുന്നവനെ മിണ്ടാതാക്കുന്ന ഒരു ജയത്തിന്റെ സാക്ഷ്യം നിന്റെ കയ്യിൽ കർത്താവ് നൽകാൻ പോകുകയാണ്. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. ജയത്തിന്റെ സാക്ഷ്യം നീ ചുമക്കുവാൻ പോകുന്ന വന്നിട്ട് പ്രകാരം പറഞ്ഞു, യജമാനനെ, ഐ വാസ് ദാറ്റ് വുമൻ. അന്ന് അവഹേളിക്കപ്പെട്ടല്ലോ, അന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടല്ലോ, അന്ന് മറ്റുള്ളവർ മനസ്സിലാകാത്ത ഒരു സ്ത്രീ ഉണ്ടല്ലോ, അന്ന് കുത്തുകെട്ടിയ, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അന്ന് കുത്തുകെട്ടിയ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അന്ന് അവഹേളിക്കപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീയാണ് ഞാൻ. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ള ഏതെങ്കിലും സഹോദരന്മാരുണ്ടോ? ഏറ്റവും കൂടുതൽ കുത്തുകിട്ടിയത് എനിക്കാണ്, ഏറ്റവും കൂടുതൽ ഒറ്റയ്ക്ക് മാറി നിന്ന് കരഞ്ഞ ഞാനാണ്, ഏറ്റവും കൂടുതൽ അവഹേളിക്കപ്പെട്ടത് ഞാനാണ്, ഏറ്റവും കൂടുതൽ ഞെരുക്കം കണ്ടത് ഞാനാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ തമ്പുരാൻ പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥന തമ്പുരാൻ പറയുന്നു, നിന്നെ ചവിട്ടി തേച്ചത് മതി, നിന്നെ കുത്തി വേദനിപ്പിച്ചത് മതി, നിന്നെ ഒതുക്കി നിർത്തിയത് മതി, നിന്നെ മാറ്റി നിർത്തിയത് മതി. നിന്റെ പ്രതിയോഗിയുടെ വായടപ്പാൻ ഒരു ജയത്തിന്റെ 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 സാക്ഷ്യം, ഒരു ജയത്തിന്റെ സാക്ഷ്യം കർത്താവ് നിന്റെ കയ്യിൽ തരാൻ പോകുകയാണ്.
യേശുവിൻ്റെ നാമത്തിൽ 3 പേരെ തൊട്ട് പറഞ്ഞ ഒരു ജയിച്ച സാക്ഷ്യം. പെട്ടെന്ന് പറഞ്ഞേ, ഒരു ജയിച്ച സാക്ഷ്യ, ഒരു ജയിച്ച സാക്ഷ്യ, ഒരു ജയിച്ച സാക്ഷ്യം. നീ നോട്ടീസ് അടിക്കണ്ട കേട്ടോ. എനിക്ക് കർത്താവ് വിടുതലയച്ചെന്ന് നീ നോട്ടീസ് അയക്കണ്ട. നീ 15 പേരെടുത്ത് പറയണ്ട കേട്ടോ. പക്ഷെ നിന്നെ കാണുമ്പോൾ തന്നെ അവർ അറിയാൻ വേണ്ടി പോകുന്നു. ഇന്ന് പകൽക്കാലം പ്രത്യക്ഷമായി, കേട്ടില്ല, പ്രത്യക്ഷമായി തന്നെ എല്ലാവരും കാണുക. പ്രത്യക്ഷമായി ദൈവം ആ മറുപടി നിനക്കായേക്കും. നിർത്തി 50% ആയുസിൽ പാസ്റ്റേ. സ്തോത്രം. 1 ശമൂവേലിൽ സ്തോത്രം പ്രതിയോഗി തുറച്ചു നോക്കിയിരിക്കുമ്പോൾ സ്തോത്രം അതേ പ്രത്യക്ഷമായി ഒരു ശമൂവേലും കൊണ്ട് സ്തോത്രം അവൾ ദേവാലയത്തിലേക്ക് പോയതുപോലെ നിന്റെ പ്രതിയോഗിയുടെ വാടപ്പാൻ ഒരു സ്പെഷ്യൽ ബ്ലെസ്സിങ് നീ ചുമക്കാൻ പോവാ. ആംഗ്ലേ 16 വരെ നിന്നെ ചുമക്കും എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു സ്പെഷ്യൽ ബ്ലെസ്സിങ് നീ ചുമക്കാൻ പോവാ. ഹലോ, യെസ് യെസ്. സ്വന്തം കയ്യെ നോക്കി പറ, ഇത് അനുഗ്രഹം ചുമക്കുന്ന കയ്യാ. പെട്ടെന്ന് പറ, ഇത് ഭയങ്കര അനുഗ്രഹം ചുമക്കുന്ന കയ്യാ. സ്തോത്രമോൾ പറഞ്ഞു, ഇതാ ആ സ്ത്രീ ഞാൻ തന്നെ. ബ്രദർ സുരേഷ് ബാബു, ഇതെന്തുകൊണ്ടാ ഇതെൻ്റെ ലൈഫിലേക്ക് വരുന്നത്? കാര്യം എന്തേലും തമ്പുരാൻ നിനക്ക് തരുന്നെങ്കിൽ അത് ക്രിസ്തു യേശുവിലൂടെ കിട്ടത്തുള്ളൂ. അതൊരിക്കലും പുതിയ നിയമസഭ മാർഗമല്ല. ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ ഏതെങ്കിലും ഒരു ഭാഗം അടർത്തിയെടുത്ത ക്രൈസ്റ്റ് ഇല്ലെങ്കിൽ അത് സ്റ്റോറി ടെല്ലിംഗ് ആണ്. എന്താ മിണ്ടാതിരിക്കുന്നത്? സ്റ്റോറി ടെല്ലിംഗ് cannot deliver the people, but the revelation, only the revelation can build the people. So why ഇത് സ്തോത്രം നിന്നിൽ വെളിപ്പെടുന്നത്? കാരണം അവിടെ ഒരു പുരുഷൻ, സ്തോത്രം, അതെ, അവിടെ ഒരു പുരുഷൻ അവഹേളിക്കപ്പെട്ട ഒരു സ്ഥലത്ത് നിന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് പിലാത്തോസിൻ്റെ കൽത്തളത്തിൻ്റെ മുൻപിൽ പ്ലാനറ്റോറിയം ഓഫ് പൈലറ്റ് പിലാത്തോസിൻ്റെ അരമനയിൽ ഒരുവനെ നിർത്തിയിരിക്കുകയാണ്. അവിടെ ഭയങ്കര ക്രൗഡാണ് കേട്ടോ, ഭയങ്കര ക്രൗഡ്. ആ കൊച്ചുവെളുപ്പം കാലത്ത് നല്ല ക്രൗഡാണ്. കാരണം ഈ ഇറങ്ങി നിൽക്കുന്നവനുണ്ടല്ലോ, ഇറങ്ങി നിൽക്കുന്നവൻ ലോകം കണ്ട ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറാ. അതുകൊണ്ട് അവൻ എവിടെ ഇറങ്ങൂ, അവൻ ഉള്ളിടത്ത് ജനം വരും. പറയട്ടെ, ജനം വരണം. ശബ്ദം ഉയർത്തി പറഞ്ഞേ, ഒരിക്കൽ കൂടെ പറ. കേരളത്തിൽ ചില ലൂസിഫർ ബാധിച്ച അച്ചാച്ചന്മാർ പറഞ്ഞു, വേണ്ട, ജനക്കൂട്ടമല്ല, അവന്റെ ശാപം ആ മണ്ണിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ തീയിൽ എരിഞ്ഞു മാറട്ടെ, ജനം ഓടിക്കൂടട്ടെ. കേട്ടോ രാമേ പറഞ്ഞേ? കൊച്ചു എളുപ്പത് ഭയങ്കര ജനക്കൂട്ടതാണ്. ജനം പറഞ്ഞു, മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ജനം പറഞ്ഞു, അവനെ തെറ്റിദ്ധരിച്ചതായ ജനം പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. പിലാത്തോസ് പറഞ്ഞു, അയ്യോ അവൻ നല്ലവനാ, ഞാൻ മാത്രമല്ല എൻ്റെ ഭാര്യയ്ക്കും തോന്നിയിരിക്കുന്നവൻ നീതിമാനാ, അവനെ ഞാൻ കൊണ്ടുപോയി അടിപ്പിച്ച് വിട്ടയക്കുക. അവനൊന്ന് നോക്കിയാട്ടെ, ഷാരൂലിൻ്റെ പനിനീർ പുഷ്പം പോലെ, താഴ്വരയിലെ താമരപ്പൂവിനെ പോലെ മനോഹരനായവൻ. നിങ്ങൾ ബ്യൂട്ടി കാണണമെങ്കിൽ സിനിമയും സീരിയലും അല്ല കാണേണ്ടത്. നിങ്ങൾ ബ്യൂട്ടി കാണണമെങ്കിൽ പുസ്തകത്തിലേക്കാണ് നോക്കേണ്ടത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, എക്സ്ക്യൂസ് മീ, ഒരിക്കൽ കൂടെ കേട്ടാട്ടെ, എക്സ്ക്യൂസ് മീ. സ്തോത്രം. സൃഷ്ടികൾക്ക് ഇത്രയും സൗന്ദര്യമുണ്ടെങ്കിൽ സൃഷ്ടിച്ചവന് എത്ര വലിയ സൗന്ദര്യമായിരിക്കുമുള്ളത്. അവനെ ഉള്ളിൽ കൽത്തളത്തിലേക്ക് കൊണ്ടുപോയി എൻ്റെ വസ്ത്രത്തെ പറിച്ചു മാറ്റി. ദ ഡാർലിംഗ് ഓഫ് ഹെവൻ, ഗോഡ് ഓൾ ടുഗെദർ ബ്യൂട്ടിഫുൾ. ദൈവം സർവാംഗ സുന്ദരനാണ്. എൻ്റെ വസ്ത്രത്തെ മാറിയപ്പോൾ ഭയങ്കര സൗന്ദര്യം. സ്തോത്രം. വസ്ത്രത്തെ മാറിയപ്പോൾ ബോഡിയിലുണ്ടല്ലോ, ബോഡിയിൽ സ്തോത്രം രക്തത്തിൻ്റെ ചെറിയ കറ ഓൾറെഡി പറ്റിയിരിക്കുകയാണ്. സ്തോത്രം. കർത്താവ്, ഈ രക്തത്തിൻ്റെ കറ എങ്ങനെയാണ് ബോഡി വന്നത്? അവൻ മരുന്നിനെ അടിക്കാൻ തുടങ്ങിയില്ലല്ലോ. അതേ സുരേഷ്, നിനക്ക് വേണ്ടി ഞാൻ ഗദശമനെ പ്രാർത്ഥിച്ചപ്പോൾ അത് നിനക്ക് വേണ്ടി ഞാൻ ഗദശമനെ, അപ്പം എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിച്ചത് അപ്പനല്ല, അമ്മയല്ല, പ്രവാചകനല്ല, പാസ്റ്ററല്ല. 2000 വർഷങ്ങൾക്ക് മുൻപ് ഗദശമന തോട്ടയിൽ കർത്താവ് അന്നേ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി. നല്ലൊരു ഗാനം ജിസൺ ആൻ്റണി ഞങ്ങളുടെ ചർച്ചിൽ വന്ന് പാടാറുണ്ട്. ക്രൂശുമായി
പോകും നേരം എന്നെയും തിരഞ്ഞവൻ. ഒരിക്കൽ കൂടെ. ക്രൂശുമായി പോകും നേരം എന്നെയും തിരഞ്ഞവൻ. കഷ്ടതയെല്ലാം എന്നെ ക്രൂശുമായി പോകും നേരം എന്നെ തിരഞ്ഞവൻ. കഷ്ടതകൾ ഏറ്റതെല്ലാം എൻ്റെ രക്ഷയ്ക്കായി. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, എന്നെ തന്നെ യാഗമായി തിരുമുൻപിൽ നൽകിയിടുന്നേ. വേറെ ഒന്നും നൽകാനില്ല, ഞാനെന്നും നിന്റേതല്ലേ. ആട്ടിൻ കൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. ആട്ടിൻ കൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. നല്ലിടയനായ യേശു എന്നെ തേടി വന്നു. നീ പ്രാർത്ഥിച്ചപ്പോ കണ്ണുനീര് വന്നിട്ടുണ്ടോ? പാറ ഉണ്ട്. കണ്ണുനീര് വന്നിട്ടുണ്ട്. നമ്മുടെയൊക്കെ സക്സസ് അതാടാ. ലൈഫിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം, ലൈഫിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം മനുഷ്യന്റെ മുൻപാതെ കരയാതെ ദൈവത്തിന് മുൻപിൽ കരയുന്നതാണ്. ഈ ദിവസങ്ങൾ കൂടെ കൂടെ പറയണം, കർത്താവേ എന്നും എപ്പോഴും ഒരു തകർന്ന ഹൃദയം നീ എനിക്ക് തരണമേ. വാ, രണ്ട് കൊച്ചുവർത്താനം പറയട്ടെ. വാ. പോക്കറ്റിൽ ഡോളർ നിറഞ്ഞവനല്ല, അലമാരിയിൽ സമ്പാദ്യം നിറഞ്ഞവനല്ല, ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉള്ളവനല്ല. ഹൃദയം നുറുങ്ങിയവർക്ക് ഉടഞ്ഞവന് മാത്രമേ ഉടവിൻ്റെ വേദന അറിയത്തുള്ളൂ. കരഞ്ഞവന് മാത്രമേ കണ്ണുനീരെന്തെന്നറിയത്തുള്ളൂ. അതുവരെയും ഹോശനയും പുരുഷാരവും അപ്പം വിതറവും അത്ഭുതവും അടയാളം എന്തോ ബഹളമായിരുന്നു. പക്ഷെ ഗദശവനെ കയറിയപ്പോൾ ആരുമില്ല. വലിയ വേദന അവൻ്റെ മേൽ വന്നു. അല്പാട് അടുത്ത് നോക്കിയാട്ടെ, എല്ലാ ഡോക്ടേഴ്സും നേഴ്സുമാരും കേൾക്കുന്നു തോന്നുന്നു. എൻ്റെ BP അങ്ങ് കൂടി, ബ്ലഡ് പ്രഷർ കൂടി. കാരണം മനുഷ്യൻ്റെ മുഴുവൻ സമ്മർദ്ദം അവൻ്റെ മേൽ വന്നപ്പോൾ ബ്ലഡ് പ്രഷർ കൂടി, കാപ്പിലറികളൊക്കെ പൊട്ടി, രക്തം പുറത്തേക്ക് ഒഴുകി. സോ രക്തസമ്മർദ്ദത്തിൽ വിയർപ്പ് തുള്ളി രക്തത്തുള്ളിയാകണമെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് പ്രസംഗിക്കണ ഗദശമനയിൽ വീണ 3 ലായനികളുണ്ട്. എൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും റിയലി 2000 മെസ്സേജ് ഉണ്ട് യൂട്യൂബിൽ, കാണാതെ പഠിക്കണേ. എൻ്റെ പേര് പറയാതെ പറയണേ. ഒന്നും എൻ്റെ അല്ല, കർത്താവച്ചൻ തന്നതാ. സൗജന്യമായി വാങ്ങിയെങ്കിൽ സൗജന്യമായി കൊടുക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ പറയുന്നത് ശുശ്രൂഷമാർക്ക്. ഇത് ബിസിനസ് അല്ല. പിന്നെ എന്തോ മക്കളെ, ഇത് ബിസിനസ് അല്ല, ഇത് ശുശ്രൂഷയാകുന്നു. പറ. 3 ലായനി: വിയർപ്പ്, കണ്ണുനീര്, രക്തം. ഇതാണ് ശുശ്രൂഷയുടെ സക്സസ്. ഇന്ത്യൻ ഉണർവിന്റെ സക്സസ് ഇതാണ്. ഇത് പ്രവചനമാണ്. ഇവൻ രക്തം പോലും ഈ ദിവസങ്ങളിൽ ഒഴുകും. ഭയപ്പെടല്ല, കണ്ണുനീർ നിൽക്കല്ല, തൊഴിൽ സ്തോത്രം അധ്വാനം കുറയില്ല. നിന്റെ വിയർപ്പ്, കണ്ണുനീര്, ആരുടെയൊക്കെ രക്തവും ഈ മണ്ണിൽ കുതിർക്കപ്പെടും. അവിടെ ആത്മാവിന്റെ തീ.
സ്വഗതശമിൽ കയറിപ്പോയി. വിയർപ്പ് രക്തമായി. മെഡിക്കൽ സയൻസ് പറയും വേണമെങ്കിൽ അവന്റെ ബ്രെയിൻ അറ്റാക്ക് വരാം. നിനക്ക് ബ്രെയിൻ ഉണ്ടോ? ഉണ്ട്. ഹാർട്ട് ഉണ്ടോടാ? ഹാർട്ട് ഉണ്ട്. ഒന്നിനും ഒരു കുറവില്ലല്ലോടാ. സ്തോത്രം. നോക്ക്, വേണമെങ്കിൽ കർത്താവിന് ബ്രെയിൻ അറ്റാക്ക് വരാം, സ്ട്രോക്ക്, ഇല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാം. താങ്ങാൻ കഴിയാത്ത സമ്മർദ്ദം അവന്റെ മേൽ വരികയാണ്. ഇന്ന് പകൽ അതെല്ലാം ക്യാൻസൽ ചെയ്യപ്പെടട്ടെ. ഒരുങ്ങിക്കോ സഭയെ. ചില പൊടികളെ ഇന്ന് പകൽക്കാലം നിനക്ക് കുടഞ്ഞു കളവാനുണ്ട്. ഗതശമനയുടെ വാതിക്കൽ ഇറങ്ങി നിന്ന് വന്ന് നോക്കിയപ്പോൾ സ്ട്രോക്കോടും ഹാർട്ട് അറ്റാക്കോടും അല്ല വന്നത്. അവൻ വന്ന് ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്ന? അവന് ബ്രെയിൻ അറ്റാക്ക് ഉണ്ടായില്ല, അവന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കിയില്ല. അർത്ഥം അവനൊരു വാഗ്ദത്തമുണ്ട്. മരത്തിന്മേൽ തൂങ്ങുന്നവൻ മരത്തിന്മേൽ അവന് തൂങ്ങണം. മരത്തിന്മേൽ അവൻ തൂങ്ങും. അതാണ് ദൈവത്തിന്റെ ഡെസ്റ്റിനി, ദൈവത്തിന്റെ തീരുമാനം. അങ്ങളെ, അവൻ മരത്തിന്മേൽ തൂങ്ങണമായിരുന്നു. ആ വാഗ്ദത്തം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൻ ഹാർട്ട് അറ്റാക്കിലോ ബ്രെയിൻ അറ്റാക്കിലോ ഗതശമനം വെച്ച് സ്ട്രോക്ക് അടിച്ചു പോയേനെ. എന്നാൽ കർത്താവിന്റെ വചനം ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, വാഗ്ദത്തം ഒരിക്കലും മരിക്കുന്നില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ നമ്മൾ കണ്ണ് തുറന്ന് എന്തെന്നറിയോ? ചില ദൂത്, ചില വാള് തലയ്ക്ക് മുകളിലുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നീ കേട്ട ചില ദൂതുണ്ട്. ആ ദൂത് നിറവേറാതെ നിനക്ക് ഈ ലോകത്തിൽ നിന്ന് പോകുവാൻ കഴിയത്തില്ല. ആ ദൂതുള്ളവർ രണ്ട് കരങ്ങൾ ഉയർത്തി അല്പസമയം ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. 3 പേരോട് ചോദിക്കൂ, ദൂതുണ്ടോ? പെട്ടെന്ന് ചോദിക്കേ. 3 പേരോട് ദൂതുണ്ടോ? 4ാമത് ഒരാളോട് പറ, അത് നിറവേറാതെ നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. അത് മാനസികമായ വേദന വന്നാൽ, മക്കൾ വാ, മാനസികമായ വേദന വന്നാൽ, സ്തോത്രം, അതെ, മാനസികമായ വേദന വന്നാൽ നോ, ആ ദൂതം നിറവേറാതെ നിനക്ക് പോകാൻ പറ്റത്തില്ല. ആരോ പറയും, സ്തോത്രം മകളെ, എനിക്ക് മനസ്സിലല്ല പ്രശ്നം, എനിക്ക് ശരീരത്തിലാണ് പ്രശ്നം. പറയാം. സ്തോത്രം, മനസ്സിൽ എന്തോ കൊക്കം ബീച്ച് വന്നാലും വാഗ്ദത്തമുള്ളവന് ഒരു മാനസിക സംഘർഷവും നിന്നെ കിടത്താനും ഒടുക്കാനും കഴിയത്തില്ല. നമ്പർ 2, രണ്ടാമത് ശരീരമണ്ഡലം നോക്കി. ഗബദ, യോഹന്നാൻ 19 വന്ന് ഗബദ എന്ന കൽത്തളത്തിൽ കൊണ്ടുപോയി. ജോസിഫസ് പറയുന്നു 600ഓളം പടയാളികൾ അവിടെ ഉണ്ടായിരുന്നതാ, റോമാ പടയാളി. പാഷൻ ഓഫ് ക്രൈസ്റ്റ് നീ കണ്ടോ? കണ്ടു. പാഷൻ ഓഫ് ക്രൈസ്റ്റില് സ്തോത്രം, അതെ, ആ പടയാളികൾ 6 കുപ്പി ബ്ലഡാണ് മെൽ ഗിബ്സൺ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. 6 കുപ്പി ബ്ലഡാണ് ഉപയോഗിച്ചത്. സ്തോത്രം, നോക്ക്, അവിടെ കൊണ്ടുപോയി 600ഓളം പടയാളികൾ അവിടെ ഉണ്ടായിരുന്നത്. ബൈബിളും സ്തോത്രം ചരിത്രം പറയും, എൻ്റെ വസ്ത്രം പറിച്ചു മാറ്റി ഒരു പടയാളി വലതും വേറൊരു പടയാളി ഇടതും നിന്ന് അടിച്ചു തകർത്ത്. കേട്ടാട്ടെ, വളരെ ശ്രദ്ധിക്കുക. സ്തോത്രം, 600ഓളം പടയാളികൾ അങ്ങനെ ഒരുവനെ അടിച്ചു തകർക്കുമ്പോൾ ഒരൊറ്റ വ്യക്തി പോലും അവിടെ നിന്ന് ജീവനോടെ പുറത്തു വന്നിട്ടില്ല. ഒന്നുകിൽ അവൻ മരിക്കും, മിക്കവാറും മരിക്കും, ഇല്ലെങ്കിൽ അബോധാവസ്ഥയിലാകും. എന്നാൽ യേശു കർത്താവിൽ നോക്ക്, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നവൻ, അവൻ അടിച്ച് തകർക്കപ്പെട്ടപ്പോഴും അവൻ ബോധം കെട്ടില്ല, അവൻ മരിച്ചില്ല. വായ്, ദൂത് നിറവേറാനുണ്ടായിരുന്നു. അടിയില്ലാഞ്ഞിട്ടല്ല, സ്തോത്രം, അതെ, നമ്മൾ ഇതുപോലെ എത്തിയത്, നമ്മൾ തട്ടിപ്പോകാത്തത് ദൂത് ചിലത് നിറവേറാനുണ്ട്. കേട്ടവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. അടിച്ചിട്ടപ്പോ നോക്ക്, ഭൂമിയെ ശൂന്യതയിൽ തൂക്കുന്നവൻ അടിച്ച് തകർക്കപ്പെട്ട്. ജോസിഫസ് പറയുകയാണ്, അവൻ്റെ ഒരു ഭാഗത്തുള്ള മാംസം അങ്ങ് ഇളകിപ്പോയി, കുടല് ഇങ്ങനെ തള്ളി നിന്നെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ പിലാത്തോസിൻ്റെ അരികിൽ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തുമ്പോഴേക്കും ധൂമ്ര വസ്ത്രം വീണ്ടും ഇട്ടത് അത്രയ്ക്ക് അസഹനീയമാണ്. അത് കവർ ചെയ്യാൻ വേണ്ടിയാ അത് ഇട്ട് മൂടിയത്. ഞാൻ പറയട്ടെ, ഏതോ കത്തോലിക്കനോ ഓർത്തഡോക്സിനോ മർത്തോമയ്ക്കോ CSIക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി യേശു കർത്താവ് തകർക്കപ്പെട്ടു. നിന്റെ ക്യാൻസർ മാറുവാൻ, ഇന്ന് പകൽ നിന്റെ ട്യൂമർ അപ്രത്യക്ഷമാകാൻ, ഇന്ന് പകൽ നിന്റെ ഡിപ്രഷൻ ഓടുവാൻ,
ഇന്ന് പകൽക്കാലം നിന്റെ അൾസർ അവസാനിപ്പാൻ, ഇന്ന് പകൽക്കാലം സ്തോത്രം പോസ്റ്റ് കോവിഡ് സിൻഡ്രോം, നിന്റെ ശ്വാസ തടസ്സങ്ങൾ മാറിപ്പോകാൻ, ഇന്ന് പകൽക്കാലം അപ്പൻ്റെ രോഗം, അമ്മയുടെ രോഗം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഉച്ചം തല മുതൽ ഉള്ളം പാദം വരെ നിന്നിൽ നിന്ന് സൗഖ്യമായി, നീ സൗഖ്യമായി ദൈവത്തിൻ്റെ മരുന്ന് കുപ്പി എന്നതുപോലെ ദൈവിക ആരോഗ്യത്താൽ നീ നിറയപ്പെടുവാൻ. യേശു കർത്താവ് തകർക്കപ്പെട്ടു, എനിക്ക് എഴുന്നേറ്റു. ആരും ആ സ്ഥാനത്ത് എഴുന്നേറ്റില്ല, പക്ഷേ യേശു എഴുന്നേറ്റു. ദൂതിതാണ്, നിനക്ക് മുൻപേ പോയി ഒത്തിരി എണ്ണം പലതിൽ തകർന്നു കാണും, പക്ഷേ നിന്റെ സാക്ഷ്യം ഒരു ജയത്തിന്റെ സാക്ഷ്യമായിരിക്കും. താങ്ക്സ് എടാ, നിനക്കെങ്കിലും മനസ്സിലായില്ല. സ്തോത്രം. അതെ, നിനക്ക് മുൻപേ പോയ ഒത്തിരി പേർ നിലംപരിചായി കാണും, നിനക്ക് മുൻപേ പോയ ഒത്തിരി പേർ അബോധാവസ്ഥയിലായി കാണും, ബ്രെയിൻ അറ്റാക്ക് ആയി കാണും, ഹാർട്ട് അറ്റാക്ക് ആയി കാണും, നിനക്ക് മുൻപേ പോയ ഒത്തിരി പേർ മരിച്ചു പോയിരിക്കും. പക്ഷെ ഇന്ന് പകൽക്കാലം ആ തകർച്ചയുടെ നടുവിൽ, അടികൊണ്ട തകർച്ചയുടെ നടുവിൽ എഴുന്നേറ്റവൻ പറയുന്നു, അന്ന് എഴുന്നേറ്റവൻ പറയും, ഞാൻ എഴുന്നേറ്റെങ്കിൽ നീയും എഴുന്നേൽക്കുവാൻ പോകുന്നു, ഞാൻ എഴുന്നേറ്റെങ്കിൽ നീയും എഴുന്നേൽക്കുവാൻ പോകുന്നു. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതകൾ തികഞ്ഞു വരുന്നു. യെസ്, ഞാൻ എഴുന്നേറ്റെങ്കിൽ നീയും എഴുന്നേൽക്കുവാൻ പോകുന്നു. 600 പടയാളികൾ അതിശയിച്ചു, ചേട്ടാ ഇത് ചരിത്രമാണല്ലോ, ഇത് റെക്കോർഡ് ബ്രേക്ക് ആണല്ലോ, ആരും ഇതുവരെ എഴുന്നേറ്റില്ലടാ. എൻ്റെ ജനനം അത്ഭുതമാണെന്ന് ആരാണ്ട് പറയുന്നു, എൻ്റെ ജീവിതം അത്ഭുതമാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇവൻ്റെ ആകെത്തുക മുഴുവൻ അത്ഭുതമാണ്, എൻ്റെ യേശു അത്ഭുതമാണ്. മനസ്സിലാക്കുന്ന എല്ലാവരും ആമേൻ പറഞ്ഞേ. എഴുന്നേറ്റപ്പോൾ ദേഷ്യം വന്ന പടയാളികൾ മുൾക്കിരീടം മടഞ്ഞു എൻ്റെ തലയിൽ വെച്ചു, വലിയൊരു മരത്തടി കൊണ്ട് അടിച്ചിറക്കി. അപ്പോഴും അവൻ നിലം പരിചായില്ല. ചരിത്രം പറയുന്നു, അവിടെ 12 സ്റ്റെപ്പുണ്ട് പുറത്തിറങ്ങാൻ. ആ 12 സ്റ്റെപ്പ് കയറിയാണ് പുറത്തേക്ക് ഇറങ്ങാൻ. ആ 12 സ്റ്റെപ്പിലൂടെയാണ് ബാക്കിയുള്ള എല്ലാവൻ്റെ ഡെഡ് ബോഡി അവർ ചുമന്നു പോയത്. ആ 12 സ്റ്റെപ്പിലൂടെയാണ് ബാക്കിയുള്ള എല്ലാവരെയും അബോധാവസ്ഥയിലായപ്പോൾ എടുത്തിട്ട് പോയത്. പക്ഷേ ഈ യവനുണ്ടല്ലോ, എടോ പടയാളി ഒന്ന് താങ്ങിക്കടോ, എടോ ശതാധിപ ഒന്ന് പിടിച്ചോ, നോ, അവൻ വിറയ്ക്കുന്നുണ്ട്, അവൻ തകർക്കപ്പെട്ടുണ്ട്. അങ്ങനെ ആ 12 സ്റ്റെപ്പും അതെ കർത്താവിത നടന്ന് കയറുകയാണ്. Can you see that? 12 സ്റ്റെപ്പും അവൻ നടന്ന് കയറുമ്പോൾ സ്പോഞ്ചിൽ നിന്ന് അതെ വെള്ളം ചീറ്റി ഒഴുകുന്നത് പോലെ രക്തം പുറത്തേക്ക് ഒഴുകി. ഇന്ന് പകൽ നിനക്കുള്ളത് ഒരത്ഭുത സാക്ഷ്യമായിരിക്കും. വേറെ ആരും തരണം ചെയ്യാത്തത് നീ തരണം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. സ്തോത്രം. പീലാത്തോസിന്റെ അടുക്കൽ ഇറങ്ങി വന്നവൻ എഴുന്നേറ്റ് നിന്ന് കേക്ക്. പീലാത്തോസിന്റെ അടുക്കൽ ഇറങ്ങി നിന്നവൻ എഴുന്നേറ്റ് നിന്ന് കേക്ക്. പീലാത്തോസിന്റെ മുൻപിൽ അതേ പുറത്തേക്ക് ഇറങ്ങി അതേ നിന്നവനുണ്ടല്ലോ, അവനൊരു അത്ഭുതമായിരുന്നു. അങ്കിൾ യു മേ ബി സീറ്റഡ് പ്ലീസ്. സ്തോത്രം. അതേ പുറത്തേക്ക് ഇറങ്ങി നിന്നവനുണ്ടല്ലോ, സ്തോത്രം, അവനൊരു അത്ഭുതമായിരുന്നു. നേരത്തെ ഗദശമനികൾ തീരുമെന്ന് ചെകുത്താൻ വിചാരിച്ചതാ. ഇല്ലെങ്കിൽ സ്തോത്രം അതെ ഗബതയിൽ വെച്ച് അവസാനിക്കും, കൽത്തളത്തിൽ വെച്ച് തീരുമെന്ന് സാത്താൻ പറഞ്ഞതാ. കാരണം നിന്റെ ഡെസ്റ്റിനിയിൽ എത്താതെ, ഒരിക്കൽ കൂടെ, നിന്റെ ഡെസ്റ്റിനിയിൽ എത്താതെ, നിന്റെ വാഗ്ദത്വത്തിൽ എത്താതെ, സ്തോത്രം, നിന്നെ തകർക്കുവാൻ നിനക്ക് 2 അറ്റാക്കുണ്ട്. ഒന്ന് മനസ്സിന്റെ അറ്റാക്കുണ്ട്, 2 ശരീരത്തിന്റെ അറ്റാക്കുണ്ട്. നിന്റെ മനസ്സിലും പോരാട്ടമുണ്ട്, നിന്റെ ശരീരത്തിലും പോരാട്ടമുണ്ട്. നിന്റെ മനസ്സിലും ശരീരത്തിലും പോരാട്ടമുണ്ടെങ്കിൽ അന്ന് 12 പടികൾ ചവിട്ടി കയറി പുറത്തിറങ്ങി നിന്നവനെ നോക്കി ഒരത്ഭുതമായി പീലാത്തോസ് വിളിച്ചു പറഞ്ഞു, ബിഹോൾഡ് ദ മാൻ. ആ മനുഷ്യൻ ഇതാ. ഞാൻ ഇന്ന് പകൽക്കാലം പ്രൊഫറ്റിക്കലി നിന്റെ മേൽ ഡിക്ലെയർ ചെയ്യുന്ന, നിന്റെ തലമുറയിൽ മാത്രമല്ല അടുത്ത തലമുറയിൽ നിന്നെ നോക്കി വിളിച്ചു പറയാൻ വേണ്ടി പോകുന്നു. നിന്റെ സാക്ഷ്യം നിന്റെ സാക്ഷ്യം ഒരു അത്ഭുതമാണ്. 3 പേരെ തൊട്ട് പറഞ്ഞേ, എനിക്കൊരത്ഭുത സാക്ഷ്യമുണ്ട്. പറഞ്ഞേ, എനിക്കൊരത്ഭുത സാക്ഷ്യമുണ്ട്. നിന്റെ സാക്ഷ്യം സാധാരണ സാക്ഷ്യമായിരിക്കത്തില്ല. നിനക്കൊരു അത്ഭുത സാക്ഷ്യമുണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. ഇന്ന് പകൽ മുതൽ നിന്റെ ലെവൽ മാറുകയാണ്. ഓ കമാൺ. ഇന്ന് പകൽ മുതൽ നിന്റെ
വാക്കുകൾ മാറുകയാണ്. Receive it. ഇന്ന് പകൽ മുതൽ നിന്റെ അന്യഭാഷ മാറുകയാണ്. Receive it. ഇന്ന് പകൽ മുതൽ നിന്റെ ആരാധന മാറുകയാണ്. Receive it. ഇന്ന് പകൽ കാലം മുതൽ നിന്റെ സ്തുതിയുടെ ലെവൽ മാറുകയാണ്. Amen. ഇന്ന് പകൽ മുതൽ നിന്റെ അനുഭവങ്ങൾ മാറുകയാണ്. Yes, I നിന്റെ receive. ഡ്രീംസിന് വ്യത്യാസമുണ്ടായിരിക്കും. Receive it. നിന്റെ വിഷൻസിന് വ്യത്യാസമുണ്ടായിരിക്കും. കേൾക്കുന്ന അന്യഭാഷ നീ വ്യാഖ്യാനിക്കും. Amen. നീ വിരൽ ചൂണ്ടുമ്പോൾ ഭൂതങ്ങൾ വിറയ്ക്കും. Yes. നീ കൈവയ്ക്കുമ്പോൾ ക്യാൻസറുകൾ മാറും. Hallelujah. ഓ ഇന്ന് പകൽക്കാലം Amen. സ്തോത്രം നിന്റെ അധികാരത്തെ കർത്താവ് വർദ്ധിപ്പിക്കുകയാണ്. Receive it. വിശ്വസിക്കുന്നവർ 2 മിനിറ്റ് കരങ്ങളെ അടിച്ച് ആർപ്പെട്ട ദൈവത്തെ സ്തുതിച്ച് Oh, Shamaradamase. Oh, Rabalabashamtere.